Hello, good morning. ERP Next training for small and medium business owners and accountants. Actually, നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇംഗ്ലീഷിൽ ചെയ്ത സമയത്ത് കുറെ ആൾക്കാർ എന്നോട് ഇങ്ങനെ ചോദിക്കാറുണ്ട് അതപ്പോൾ എപ്പോഴാണ് മലയാളത്തിൽ നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അത് കുറച്ചായിട്ട് വിചാരിക്കുന്നതാണ്, ഇപ്പാണ് ഒരു ചാൻസ് കിട്ടിയത്. അപ്പോൾ ഇതൊരു സീരീസ് ആണ്. കുറച്ച് അതിന്റെ ഫസ്റ്റിലത്തെ ഇന്ന് ചെയ്തിട്ട് നമുക്ക് നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് പിന്നെ അടുത്ത അതിന്റെ ബാക്കി ഭാഗങ്ങൾ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോ നമ്മുടെ എന്താണെന്ന് വെച്ചാൽ ERP നെക്സ്റ്റ് ഇപ്പം എനിക്കറിയാലോ നല്ലോണം പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഗൾഫ് കൺട്രീസ്, ഇന്ത്യ പോലുള്ള സ്ഥലങ്ങളിൽ, ഈവൻ യൂറോപ്പ്, അമേരിക്ക ഭയങ്കര പോപ്പുലറാണ്. എല്ലാവരും ഇതിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. പഴയ സിസ്റ്റം ഒക്കെ ഒഴിവാക്കിയിട്ട് ആൾക്കാരൊക്കെ ERP നെക്സ്റ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ പ്രത്യേകിച്ച് സ്മോൾ ആൻഡ് മീഡിയം ബിസിനസ് ഓണേഴ്സ് ഈ ചൈന അല്ലെങ്കിൽ ദുബായിൽ നിന്നൊക്കെ സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്തിട്ട് അത് പിന്നെ ഇമ്പോർട്ട് ചെയ്തിട്ട് ഇപ്പം മറ്റു രാജ്യങ്ങൾ കൊണ്ടുവന്ന് വിൽക്കുക, മൾട്ടി കറൻസി ഡീൽ ചെയ്യാൻ, ഡോളേഴ്സ്, റിയാല്, ഇന്ത്യൻ കറൻസി, മറ്റ് ട്രാൻസാക്ഷൻസ്, ഈ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം വെച്ചാൽ സാധാരണ ജസ്റ്റ് ഒരു ബില്ലിംഗ് സോഫ്റ്റ്വെയർ അല്ല, ഫുൾ അക്കൗണ്ടിങ്. കാരണം ഇപ്പം ഇമ്പോർട്ടിങ്ങിന്റെ ഡ്യൂട്ടി, കസ്റ്റം ഡ്യൂട്ടി, പിന്നെ എന്താ പറയാ, ഗവൺമെന്റ് ഇ ഇൻവോയ്സിങ്, ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ വരുന്നതുകൊണ്ട് ഇപ്പൊ മറ്റുള്ള കാര്യങ്ങൾ ഇപ്പൊ എല്ലാവരും ഒഴിവാക്കിയിട്ട് ടാലി അല്ലെങ്കിൽ ലോക്കലായിട്ടുള്ള ബില്ലിംഗ് സോഫ്റ്റ്വെയർ, സാപ്പ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ആൾക്കാർ മൊത്തത്തിൽ ഇങ്ങനെ ERP നെക്സ്റ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സീസണായി. അപ്പം അത് നമ്മൾ കുറെ കാലമായിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ബട്ട് ഇപ്പം മൊമെന്റം ഭയങ്കര സ്ട്രോങ് ആണ്. ആൾക്കാർ ഇങ്ങനെ നമ്മളോട് ഇങ്ങനെ റെക്കർക്ക് ചോദിക്കും. അപ്പൊ ആ ഒരു ഇത് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഒരു ERP നെക്സ്റ്റിന്റെ ഒരു വീഡിയോ ഇപ്പൊ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. പ്രത്യേകിച്ച് സ്മോൾ ആൻഡ് മീഡിയം ബിസിനസ് ഓണേഴ്സ്, അക്കൗണ്ടൻസ്, ചെറുകിട അക്കൗണ്ടൻസ് കാര്യങ്ങൾ, പിന്നെ അക്കൗണ്ടിങ് സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര, കാരണം അക്കൗണ്ടിങ് സ്റ്റുഡൻസിന് എല്ലാ മോഡ്യൂൾസും ഉള്ള ഒരു അക്കൗണ്ടിങ് പാക്കേജ് വേറെ ഇല്ല. കാരണം ERP നെക്സ്റ്റിലാണെങ്കിൽ സെയിൽസ്, മാനുഫാക്ചറിങ്, അസറ്റ്, ഫിക്സ്ഡ് അസറ്റ്സ്, സാലറി, HRMS എന്ന് പറഞ്ഞിട്ട് എല്ലാ മോഡ്യൂൾസും അതിലുണ്ട്. അപ്പോൾ അക്കൗണ്ടിങ് സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കംപ്ലീറ്റ് പഠനം അതിൽ തന്നെ ഈ അക്കൗണ്ടിങ് പാക്കേജിൽ നടക്കും. അതാണ് അതുകൊണ്ടാണ് അക്കൗണ്ടിങ് സ്റ്റുഡൻസ് നോർമലി വല്ലാതെ ഇങ്ങനെ ആവശ്യപ്പെടുന്നത്. നമുക്ക് പിന്നെ ERP നെക്സ്റ്റ് ട്രെയിനിങ് വേണമെന്ന് പറഞ്ഞു. ഇതിനു മുമ്പ് നമ്മൾ ചെയ്ത വീഡിയോ കുറച്ച് മുമ്പേ ചെയ്തത് 1-2 കൊല്ലമായി തോന്നുന്നു. അത് വേർഷൻ 13 ഇപ്പോൾ ഉള്ളത് വേർഷൻ 15, ഇപ്പോൾ വരാൻ പോകുന്നത് 16 ആണ്. അപ്പൊ ഈ വീഡിയോ ഇത് രണ്ടാണ് കവർ ചെയ്യുക. ഓക്കെ, ERP നെക്സ്റ്റ് നിങ്ങൾക്ക് അറിയാം, എല്ലാ ഇതും കവർ ചെയ്യുന്ന ഒരു ERP സിസ്റ്റം ആണ്. അപ്പം ഇതിൽ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്, ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിന്റെ ERP സെറ്റപ്പ്, അതിന്റെ ഒരു കമ്പനി എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ആ സ്റ്റാർട്ട് ചെയ്ത കമ്പനി എങ്ങനെയാണ് അതിന്റെ എൻട്രിയും കാര്യങ്ങളൊക്കെ ഇതിൽ എൻ്റർ ചെയ്യുന്നത്, പിന്നെ അതിന്റെ ഇൻവെസ്റ്റ്മെന്റ്, അതിന്റെ പാർട്ട്നേഴ്സ്, ട്രാൻസാക്ഷൻ, ജേണൽ എൻട്രി, ഇതൊക്കെ എന്ത് ചെയ്യും. പിന്നെ സെയില്, പർച്ചേസ്, പോയിന്റ് ഓഫ് സെയില്, അസറ്റ്, പിന്നെ മാനുഫാക്ചറിങ്, അങ്ങനെ പറഞ്ഞിട്ട് കുറെ മോഡ്യൂൾസ് ഉണ്ട്. അതൊക്കെ നമ്മൾ വരുന്നതിൽ ഇങ്ങനെ ചെയ്ത് തീർത്തു. അപ്പോൾ നിങ്ങൾക്ക് ചില മോഡ്യൂൾസ് നിങ്ങൾ നോക്കുന്നതായിരിക്കില്ല. ചിലത് ഉദാഹരണം പറഞ്ഞ ഒരു മാനുഫാക്ചറിങ് കമ്പനി നടത്തുന്ന ഒരാൾ, ഒരു ചെറിയ പ്ലാസ്റ്റിക് ബാഗ് ഉണ്ടാക്കുന്ന ആള്, അല്ലെങ്കിൽ പിന്നെ ഇരുമ്പ് സാധനങ്ങൾ ഉണ്ടാക്കുന്ന ഒരാൾ, അയാൾക്ക് വേണ്ടത് മാനുഫാക്ചറിങ് മോഡ്യൂൾ ആയിരിക്കും. പക്ഷെ ഇമ്പോർട്ട് എക്സ്പോർട്ട് ചെയ്യുന്ന ആൾക്ക് വേണ്ട ട്രേഡിംഗ് ആയിരിക്കും. റീറ്റെയിൽ ബിസിനസ് ചെയ്യുന്ന ആൾക്ക് POS ആയിരിക്കും. അങ്ങനെ പലതും ആയിരിക്കും. അപ്പൊ നമ്മളിങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് പോകാന്നാണ് വിചാരിക്കുന്നത്. ഇതിലിപ്പോ നമ്മളിപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് നമുക്കൊരു ERP നെക്സ്റ്റ് ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ അതിന് ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാല്, ഓക്കെ, ERP നെക്സ്റ്റിൽ നമുക്ക് ഒന്നുകിൽ നമുക്ക് സ്വന്തമായിട്ടൊരു സർവർ ഉണ്ടാക്കാം. അതിപ്പോ ആരും ചെയ്യുന്നില്ല. കാരണം അതിന്റെ കഷ്ടപ്പാടും അതിന്റെ മെനക്കേടും, ഒരു സർവർ വാങ്ങണം, പിന്നെ അതിന്റെ തന്നെ കുറെ ഒരു ഇൻവെസ്റ്റ്മെന്റ് വേണം. കാരണം കമ്പനി തുടങ്ങുന്ന ആൾക്കാർ ഇൻവെസ്റ്റ്മെന്റ് പരമാവധി കുറക്കാനല്ല നോക്കേണ്ടി, ഡെഡ് ഇൻവെസ്റ്റ്മെന്റ്. അപ്പം ഒരു സർവർ, അതിന്റെ നെറ്റ്വർക്ക് കാര്യങ്ങളൊക്കെ ഒഴിവാക്കി ഇപ്പം സർവർ ഇന്റർനെറ്റിൽ കിട്ടാനുണ്ട്. ഒരു 100 റിയാൽ 200 റിയാൽ കൊടുത്താൽ മാസത്തിൽ ഇന്റർനെറ്റിൽ സർവർ കിട്ടാനുണ്ട്. ഇൻസ്റ്റൻസ് ഫ്രോം ഫ്രാപ്ടെ ക്ലൗഡ്, അത് ഞങ്ങളുടെ പിന്നെ പാർട്ട്ണറായിട്ടുള്ള Cloudion.com അവരുടെ ഇതിൽ ഒരു സർവർ സെറ്റപ്പ് ചെയ്യുന്ന ഞാൻ കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾ സർവർ സെറ്റപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താന്ന് വെച്ചാൽ ഒരു ഇത് വേണം, പിന്നെ ക്രെഡിറ്റ് കാർഡ് ചോദിക്കും അതിൽ. അപ്പം നിങ്ങൾ ട്രെയിനിങ്ങിനാണെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഒഴിവാക്കണമെങ്കിൽ നിങ്ങൾ ഒരു ഡിസ്കൗണ്ട് കൂപ്പൺ ഈ മെയിലിലേക്ക് ഒരു ഇത് അയച്ചാൽ നമ്മളൊരു ഡിസ്കൗണ്ട് കൂപ്പൺ അയച്ചു തരും.
അപ്പോൾ നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കേണ്ട, നിങ്ങൾക്ക് 2 ആഴ്ചത്തേക്കോ 1 മാസത്തേക്കോ നമ്മൾ ഒരു ഇൻസ്റ്റൻസ് തരും. നിങ്ങൾ അതിൽ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം ആ സമയത്ത് നമ്മൾ അതങ്ങ് ഡിലീറ്റ് ചെയ്തോളേ. അപ്പോൾ അതിന് ട്രെയിനിങ് ഇല്ലാത്ത ഒരു ഇതിൽ നിങ്ങൾ ഈ ഇതിലേക്ക് ഒരു ഇമെയിൽ അയക്കുക, അല്ലെങ്കിൽ ഞങ്ങളുടെ സൈറ്റിൽ ഞങ്ങളെ വാട്സാപ്പ് നമ്പർ ഉണ്ട്. ആ വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചാൽ ഞങ്ങളൊരു ഡിസ്കൗണ്ട് കൂപ്പൺ അയച്ചു തരും. ആ ഡിസ്കൗണ്ട് കൂപ്പൺ വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഞാനിപ്പം ഫസ്റ്റ് തന്നെ ഇതിൽ ഒരു ഇൻസ്റ്റൻസ് ഇത് നിങ്ങൾക്ക് പല രീതിയിൽ ക്രിയേറ്റ് ചെയ്യാം. പ്രാപ്യ ക്ലൗഡിൽ ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തം ഉണ്ടാക്കുക. അതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഞാനിതിലാണ് ഉണ്ടാക്കുന്നത്. അത് കാരണം അത് വളരെ ഈസി ആയതുകൊണ്ടാണ്, വളരെ ഈസിയാണ്, അത് സപ്പോർട്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കുന്നത്. സോ ഐ ആം ഡൂയിങ് ഇറ്റ് ഓൺ ദ Clodion.com. ഇതാണ് പോർട്ടൽ സൈറ്റിൻ്റെ പേര്, Clodion.com. ഓക്കെ, എന്നിട്ട് അതിൽ ബിൽഡ് യുവർ സെർവർ എന്നിട്ട് ഇത് കൊടുത്തതിന് ശേഷം ഇതിൽ ഫസ്റ്റിലത്തെ ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യുക, എന്നിട്ട് പ്രൊസീഡ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ജിദ്ദ, റിയാദ് ഈ 2 സ്ഥലത്താണ് സൗദി അറേബ്യയിൽ നമുക്കുള്ളത്. പക്ഷേ ഇത് ERP നെക്സ്റ്റ് ആയതുകൊണ്ട് എവിടെ ഉള്ള ആൾക്കാർക്കും ഈ സെർവർ ഉപയോഗിച്ചിട്ട് പഠിക്കാം. ഞങ്ങളുടെ അടുത്ത് ഡിസ്കൗണ്ട് കൂപ്പൺ ചോദിച്ചാൽ മതി. സോ ഇതിൽ നമ്മളിങ്ങനെ ഇതിൻ്റെ ബേസിക് ഫീച്ചേഴ്സ് അത് നമ്മൾ ഡിസ്കൗണ്ട് കൂപ്പൺ കിട്ടും. ഇപ്പം ഞാൻ ഇതിലിപ്പം നോക്കിയാൽ ഇതിൽ ക്രെഡിറ്റ് കാർഡ് ചോദിക്കും. ഓക്കെ, ഇതിൽ ക്രെഡിറ്റ് കാർഡ് ചോദിക്കും. അപ്പോൾ ആ ഡിസ്കൗണ്ട് കൂപ്പൺ ഞാൻ ജസ്റ്റ് എനിക്ക് ഇപ്പോൾ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടുള്ളൊരു ഡിസ്കൗണ്ട് കൂപ്പൺ ഞാൻ എടുത്തിട്ട് അതിനുശേഷം ഈ സൈറ്റ് ഒന്നുകൂടി ഓപ്പൺ ചെയ്യാം, Clodion.com. ഓക്കെ, ഇതിൽ ബിൽഡ് യുവർ സെർവർ ഇതിൽ പോയിട്ട് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഫസ്റ്റുള്ള ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് കോൺഫിഗർ ചെയ്തിട്ട് ഞാൻ ഇതിൽ ജിദ്ദ സെർവറാണ് എടുക്കുന്നത്. എന്നിട്ട് ഇതിൽ ഡിസ്കൗണ്ട് കൂപ്പൺ ഞാനിപ്പോൾ അത് പിന്നെ കിട്ടിയതാണ്. അപ്പോൾ ഇതിപ്പോൾ 0 വന്നു കഴിഞ്ഞാൽ പിന്നെ ക്രെഡിറ്റ് കാർഡിൻ്റെ ആവശ്യമില്ല. ഇത് 100% ഡിസ്കൗണ്ട് ആണ്, ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടുള്ളൊരു ഇതാണ്, ടെമ്പററി ആയിട്ട് നമ്മൾ സെറ്റപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നോക്കിയിട്ട് ബൈ നൗ. ഓക്കെ, ദെൻ ആക്സെപ്റ്റ് ആൻഡ് കണ്ടിന്യൂ. ദെൻ യു ക്യാൻ ഡൗൺലോഡ് ഇൻവോയ്സ് ആൻഡ് ക്രിയേറ്റ് ഇൻസ്റ്റൻസ്. ഇതിൽ ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതാണ് നമുക്ക് വേണ്ടത്. നമുക്കൊരു ERP നെക്സ്റ്റിൻ്റെ ഒരു ഇൻസ്റ്റൻസ് വേണം നമുക്ക് ട്രെയിനിങ്ങും ഇത് എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇതിലൊരു ഹോസ്റ്റ് നെയിം കൊടുക്കുക. ഇത് ഞാൻ ടെമ്പററി ആയിട്ട് ട്രെയിനിങ് 8 നമ്മളെ 8th സെഷനാണ് ഇന്നത്തെ. ട്രെയിനിങ് 8 ഒരു സ്ട്രോങ് ഒരു പാസ്വേഡ് കൊടുക്കുക. ആക്ച്വലി ഈ പാസ്വേഡ് നമ്മുടെ ഇതിൽ 2 ഫാക്ടർ ഓതന്റിക്കേഷൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഈ OTP ആയിട്ടോ ഇതുപോലെ വരുന്ന രീതിയിൽ സെറ്റ് ചെയ്യാതെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം എങ്ങനെയാണെന്നുള്ളത്. കാരണം വെറും പാസ്വേഡ് ഇപ്പം ആരും ഉപയോഗിക്കാറില്ല. ഇപ്പം എല്ലാവരും 2 ഫാക്ടറാണ്. ഒരു പാസ്വേഡും പിന്നെ അതിൻ്റെ കൂടെ മൊബൈലിൽ ഒരു OTP അല്ലെങ്കിൽ മൊബൈലിലൊരു ആപ്പ് ഉണ്ട്, 2 ഫാക്ടർ മൾട്ടി ഫാക്ടർ ഓതന്റിക്കേഷൻ, 2 ഫാക്ടർ ഓതന്റിക്കേഷൻ എന്ന് പറഞ്ഞ ആപ്പ് ഉണ്ട്. ആപ്പ് ഉപയോഗിക്കാം. അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങും. അതിൻ്റെ 2-3 മിനിറ്റ് പിടിക്കും. ആ സമയത്ത് നമ്മളിപ്പോൾ അടുത്തെന്താ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നോക്കാം. ഓക്കെ, നമ്മളൊരു കമ്പനി സെറ്റപ്പ് ചെയ്യാൻ പോവാണ്. നമ്മളെന്താ ചെയ്യാന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മളൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യും. ആ കമ്പനിയിൽ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് നമുക്ക് 2 പാർട്ണർ ഉണ്ട്, അല്ലെങ്കിൽ ഒരു പാർട്ണർ 2 പാർട്ണർ എത്ര പാർട്ണറാണെന്ന് വെച്ചാൽ ആ പാർട്ണർ എടുത്തിട്ട് നമ്മൾ പിന്നെ ഒരു ട്രാൻസാക്ഷൻ ആ പാർട്ണർ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മളൊരു ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇടും. എന്നിട്ട് അത് ജേണൽ എൻട്രി ക്രിയേറ്റ് ചെയ്യും. ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസും ട്രയൽ ബാലൻസും നോക്കും. അതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷമുള്ള വീഡിയോയിൽ നമ്മൾ സെയിൽസ് നടത്തും, പർച്ചേസ് നടത്തും, മൾട്ടി കറൻസി നടത്തും, ഇമ്പോർട്ട് ചെയ്യും, പിന്നെ ഇമ്പോർട്ടിങ്ങിൻ്റെ ആയിട്ടുള്ള പല സാധനങ്ങളും, ഉദാഹരണം പറഞ്ഞാൽ കസ്റ്റം ഡ്യൂട്ടി അല്ലെങ്കിൽ ക്ലിയറൻസ് ചാർജ് അങ്ങനത്തെ കാര്യങ്ങൾ, മാനുഫാക്ചറിങ്, അതൊക്കെ വരുന്ന വീഡിയോയിൽ ചെയ്യും. ഇപ്രാവശ്യം ഈ ഫസ്റ്റിലത്തെ എല്ലാം നമ്മൾ വളരെ ബേസിക് ആയിട്ട് എല്ലാവരും ചെയ്യുന്ന ഒരു സാധാരണ ഒരു ജേണൽ എൻട്രി ചെയ്തതിന് ശേഷം നമുക്ക് അടുത്തതിലേക്ക് പ്രൊസീഡ് ചെയ്യാം. ഓക്കെ, ഇത് കഴിഞ്ഞിട്ടില്ല, ജസ്റ്റ് ഇപ്പോൾ കഴിയും. അതിനു മുമ്പേ ഞാൻ ഇത് പറഞ്ഞുതരാം. ഓക്കെ, നമ്മൾ 2 പാർട്ണറുള്ളൊരു കമ്പനിയാണ്. ഒന്നാമത്തെ പാർട്ണർ ടോം, രണ്ടാമത്തെ പാർട്ണർ ജെറി. അവർ 2 പേരും കൂടി 1000 2000 3000 റിയാലോ ഡോളറോ എന്തായാലും അത് നമ്മൾ ഈ കമ്പനിയുടെ തുടക്കത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാം. 3000 വെച്ചിട്ട് നമ്മളൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ഒരു HSBC ബാങ്കിൽ, ഏതെങ്കിലും ബാങ്കിൽ, പക്ഷേ നമ്മൾ ഈ കേസിൽ നമ്മൾ ഒരു HSBC ബാങ്കിൽ കമ്പനിക്ക് വേണ്ടി ഒരു അക്കൗണ്ട് തുടങ്ങുക. അതാണ് നമ്മുടെ ഫസ്റ്റ് ടാസ്ക്. ഈ അക്കൗണ്ട് തുടങ്ങിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ ERPയിൽ നമ്മൾ ഈ എമൗണ്ട് ഈ ബാങ്കിലേക്ക് ഇടും. അത് കഴിഞ്ഞിട്ട്
അടുത്ത സ്റ്റെപ്പായിട്ട് നമ്മൾ അതിന്റെ പ്രോഫിറ്റ് ആൻഡ് ലോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ട് പോകും ഓരോ സമയത്തും. ചാർട്ട് ഓഫ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഒരു ഓഫീസ് റെന്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഒരു കാറ്, അതിനൊരു 100 റിയാലിന്റെ ഒരു പെട്രോൾ അടിക്കും. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഇത് കഴിയുന്നതോടുകൂടി നിങ്ങൾക്ക് അതിന്റെ എന്താണ് ചാർട്ട് ഓഫ് അക്കൗണ്ട് എന്നും എന്താണ് മറ്റേ പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങൾ എന്താണ് സ്റ്റേറ്റ്മെന്റ്, ഇങ്ങനത്തെ കാര്യങ്ങൾ കിട്ടും. അടുത്തതിൽ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അപ്പോ ഇതിപ്പോ കഴിയും എന്ന് വിചാരിക്കുക. ഇത് ഫിനിഷ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ എല്ലാ ഓപ്പറേറ്റിങ്ങിന്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണിക്കും. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അതിന്റെ ഒരു ഇമെയിലിൽ ഒരു കോപ്പി കിട്ടും. ഇത് ജസ്റ്റ് ഒന്ന് കഴിഞ്ഞോട്ടെ. ഇതിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഒരു ഇത് ടെക്നിക്കലാണ്. നമ്മൾ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ ആദ്യം 2 സീരീസ് ഉണ്ടാവും. ഒന്നാമത്തെ സീരീസിൽ നമ്മൾ ഇതിന്റെ ഈ മോഡ്യൂൾസ് ഒക്കെ ചെയ്യും. രണ്ടാമത്തെ നമ്മൾ ടെക്നിക്കലി അതിൽ എന്തൊക്കെ ചേഞ്ച് വരുത്ത കാര്യങ്ങൾ ചെയ്യും. ഈ മെസ്സേജ് നിങ്ങൾക്ക് ഈ സെർവർ ക്രിയേറ്റ് ചെയ്താൽ വരും. ആ സെർവർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ERP നെക്സ്റ്റിലേക്ക് പോകും. ഇതാണ് ERP നെക്സ്റ്റ്. ഇതിലാണ് നമ്മൾ ഇനി എല്ലാ ജോലിയും ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇതിൽ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്. ഇതിൽ ഇത് ആക്ച്വൽ ഇൻസ്റ്റൻസ് വരുമ്പോൾ നിങ്ങളുടെ സ്വന്തം കമ്പനിയുടെ പേരും കാര്യങ്ങളും ഡൊമൈൻ നെയിം ഒക്കെ വരും. ഇപ്പൊ ഞാൻ ജസ്റ്റ് ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയുടെ ഇത് ക്രിയേറ്റ് ചെയ്തതാണ്. ഇതാണ് ERP നെക്സ്റ്റ്. ഓക്കെ, ഇതിൽ നിങ്ങൾ നേരത്തെ കൊടുത്ത പാസ്വേഡ് ഇതിൽ കൊടുക്കുക. എന്നിട്ട് ഈ പാസ്വേഡ് കൊടുത്ത് ഇതിൽ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ ഇത് വേർഷൻ 15 ആണ്. വേർഷൻ 15 16 ഇതിൽ പ്രശ്നമില്ല, ഇത് രണ്ടും ഒന്നാണ്. എന്നിട്ട് ഇതിൽ നിങ്ങളുടെ ലാംഗ്വേജ് സെലക്ട് ചെയ്യുക. അറബിക്, ഇംഗ്ലീഷ്, ഏത് ലാംഗ്വേജ് വേണമെങ്കിലും ഉണ്ട്. അപ്പം നമ്മൾ പൊതുവെ നമ്മുടെ മോസ്റ്റ് ഓഫ് ദി കസ്റ്റമേഴ്സ് അറബിക്കാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇതിപ്പോൾ ഈ ഡെമോൺസ്ട്രേഷൻ പർപ്പസ് ഞാൻ ഇംഗ്ലീഷ് തരാം. ഓക്കെ, ആൻഡ് ഐ വിൽ പുട്ട് സൗദി അറേബ്യ ബിക്കോസ് ഓക്കെ. ആൻഡ് സൗദി അറേബ്യ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ റിയാൽ ആയിരിക്കും വരിക. അതിപ്പോൾ ഇന്ത്യ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇന്ത്യൻ റുപ്പീസ് വരും, INR വരും. അത് സാധാരണ പോലെ തന്നെ, അതിൽ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. അത് നമ്മൾ ഇത് ട്രെയിനിങ്ങിന്റെ സമയത്ത് അത് ഏത് ആണ് എടുക്കുന്നതെന്ന് അത് അത്ര വലിയൊരു പ്രശ്നമുള്ള കാര്യമല്ല. എനിക്ക് എന്ത് വേണമെങ്കിലും എടുക്കാം. എന്നിട്ട് ഇത് നെക്സ്റ്റ് കൊടുക്കുക. ഓക്കെ, ഇതിൽ നമ്മളിപ്പോൾ എന്താ ചെയ്യുക, ട്രെയിനിങ് 8 എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുക്കാം. ഇവിടെയൊക്കെ നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ്, നിങ്ങളുടെ എന്താ വെച്ചാൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക. നെക്സ്റ്റ്. ഓക്കെ, ഇതിലൊരു ഇനീഷ്യൽ സെറ്റപ്പ് കൊടുക്കുമ്പോൾ ഇവിടെ നിങ്ങളെ കമ്പനിയുടെ പേര് കൊടുക്കണം. ഞാൻ ഇപ്പോൾ കമ്പനി ആയിട്ട് കൊടുക്കുന്നത് ട്രെയിനിങ് 8 തന്നെയാണ്. അപ്പോൾ ഇവിടെ ടീം വരും. ഈ ചാർട്ട് ഓഫ് അക്കൗണ്ട് നിങ്ങൾക്ക് മിക്കവാറും ആൾക്കാർക്ക് ചാർട്ട് ഓഫ് അക്കൗണ്ട് എന്താണെന്ന് അറിയായിരിക്കും. പക്ഷേ സ്മോൾ ബിസിനസ് ഓണേഴ്സ് അവർക്കൊരു ഡൗട്ട് ഉണ്ടാവും. അത് നമുക്ക് വരുമ്പം വരാം. പിന്നെ അക്കൗണ്ടിങ് സ്റ്റുഡൻസ് അവർക്കൊക്കെ ഓൾറെഡി അറിയായിരിക്കും. അപ്പം ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്തു തരാം. ഈ ചാർട്ട് ഓഫ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ നമ്മളെല്ലാവർക്കും ഇപ്പോൾ കമ്പനിയായിട്ട് ഡീൽ ചെയ്യുന്ന കസ്റ്റമേഴ്സിന്, ബാങ്കിന്, സപ്ലയേഴ്സിന്, പിന്നെ ആ കമ്പനിയുടെ എല്ലാം ഒരു അക്കൗണ്ട് ആയിരിക്കും. അപ്പം ഞാനിതിൽ 2 ടൈപ്പ് അക്കൗണ്ടിങ് ഉണ്ട്. ഒന്ന് സ്റ്റാൻഡേർഡ് വിത്ത് നമ്പേഴ്സ്. അപ്പോൾ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ ഇതിൽ നമ്പേഴ്സ് ഉണ്ടാവില്ല. ഇത് ജസ്റ്റ് നെയിം മാത്രമായിരിക്കും. ന്യൂ ജനറേഷൻ ഇപ്പോൾ പുതിയ അക്കൗണ്ടിങ് സിസ്റ്റത്തിൽ നമ്പർ ഉണ്ടാവില്ല. പണ്ട് നമ്പർ ഉണ്ടായിരുന്നു. ഞാൻ കാണിച്ചു തരാം. പണ്ട് ഇതിൽ നമ്പർ ഉണ്ടായിരുന്നു. ഇതിൽ ഇങ്ങനെ കണ്ട 1000, 1200, 1000 ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ നമ്പേഴ്സായി. പണ്ട് ഇത് ഉണ്ടായിരുന്നില്ല. ഇപ്പം ഇതിൽ. പക്ഷെ ഇത് നമ്മളിപ്പോൾ പൊതുവെ ആൾക്കാരോട് സെലക്ട് ചെയ്യാൻ പറയുക ഈ നമ്പർ ഉള്ളതാണ്. കാരണം മിക്കവാറും ആൾക്കാർ പഴയ ടാലി അല്ലെങ്കിൽ പഴയ സിസ്റ്റത്തിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ അവർക്ക് കൺവേർട്ട് ചെയ്യാനും പിന്നെ ഇതിന് കുറെ എളുപ്പമുണ്ട്. നമ്പർ ഉണ്ടായാൽ കുറെ ഈസി ആയിട്ട് കുറെ റെഫറൻസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടി ഞാൻ പൊതുവേ ഞങ്ങൾ പറയുക
സ്റ്റാൻഡേർഡ് വിത്ത് നമ്പേഴ്സ് എടുത്തോന്നാ, പിന്നെ നിങ്ങൾ ഇഷ്ടം. പിന്നെ ഫിനാൻഷ്യൽ ഇയർ ബിഗിൻ, ഈ ഫിനാൻഷ്യൽ ഇയർ ബട്ട് വിച്ച് ഓർ ഫിനാൻഷ്യൽ ഇയർ. പിന്നെ ജനറേറ്റ് ഡെമോ ഡാറ്റ ഉണ്ട്. ഇത് നിങ്ങൾക്ക് അത്യാവശ്യം എൻട്രി കയ്യിലുണ്ടാവും, കസ്റ്റമറും പിന്നെ ഇതൊക്കെ സെലക്ട് ചെയ്താൽ. പക്ഷേ നമ്മളെ ബേസിക്കിലേക്ക് പോകുന്നതുകൊണ്ട് ഇത് നമുക്കൊന്നൊരു ബാധ്യതയാവും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ അത് സെലക്ട് ചെയ്യുന്നില്ല. എന്നിട്ട് കംപ്ലീറ്റ് സെറ്റപ്പ് കൊടുക്കും. ഓക്കെ, ഇതാണ് ഇത് കഴിയുന്നതോടുകൂടി നമുക്കൊരു ERP നെക്സ്റ്റിന്റെ സ്ക്രീൻ കിട്ടും. ഈ ERP നെക്സ്റ്റിലാണ് നമ്മൾ പിന്നെ ബാക്കിയുള്ള എല്ലാ സ്റ്റഡിയും ഇപ്പം നടത്തുന്നത്. ആക്ച്വൽ നിങ്ങളൊരു ബിസിനസ് ഓണറാണ്, നിങ്ങൾക്ക് ഇത് തന്നെ ഒരു ഇൻസ്റ്റൻസ് ആയിട്ട് ഉപയോഗിക്കാം. ദെൻ യു ക്യാൻ പേ ദാറ്റ്. ഇതിൽ ഈ കളറ് ഇതാണ് ഈ ടോഗിൾ തീം എന്ന് പറഞ്ഞിട്ട് ഇവിടെ പോയാൽ നിങ്ങൾക്ക് ഇതിന്റെ സ്റ്റാൻഡേർഡ് കളർ സ്കീം ഓഫ് റാപ്പേ ലൈറ്റ് ആണ്. ഓക്കെ, ഇങ്ങനെയായിരിക്കും അതിന്റെ സ്ക്രീൻ ഉണ്ടാകുക. പിന്നെ സ്ക്രീനിന്റെ സ്റ്റൈൽ മാറ്റണമെങ്കിൽ നിങ്ങൾക്ക് വേറെ സ്ക്രീനിൻ്റെ കൂടെ, ഉദാഹരണം പറഞ്ഞാൽ ഇത് ഈ നൈറ്റ് സ്ക്രീൻ നമ്മൾ ഇതാണ് ഉപയോഗിക്കാറ്. ഓക്കെ, പിന്നെ ഇതിൽ പല ഉണ്ട്. പിന്നെ ക്ലോഡിയോന്റെ സ്വന്തം ടീമുണ്ട്, ക്ലോഡിയോൺ തീംസ്, ക്ലോഡിയോൺ ഡാർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാനിപ്പോൾ സ്റ്റാൻഡേർഡ് ERP നെക്സ്റ്റ് തീമിൽ ഇതിലിട്ടേക്കാം. ഓക്കെ, ഇങ്ങനെയാണ് ഇപ്പോൾ ഉണ്ടാകുക. ഇതിൽ ഒരുപാട് മോഡ്യൂൾസ് കാണാം. ഇതിലില്ലാത്ത മോഡ്യൂൾസും ചിലത് ഇപ്പോൾ HRMS, പേറോൾ, ഇങ്ങനെ പറഞ്ഞ എല്ലാ മോഡ്യൂളും ഉള്ള ഒരു സിസ്റ്റമാണ് ERP നെക്സ്റ്റ്. അതും എല്ലാം ഫ്രീ ആണ്. ഫ്രീ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഹോസ്റ്റിംഗ് ഇന്ത്യ അല്ലെങ്കിൽ ചാർജ് കൊടുത്താൽ മതി. ഇതിന്റെ സോഴ്സ് കോഡ് ഒക്കെ ഇന്റർനെറ്റിൽ അവൈലബിൾ ആണ്. അതുകൊണ്ടാണ് അതിന്റെ പോപ്പുലാരിറ്റി ഇത്രയും കൂടുന്നത്. ഓക്കെ, നിങ്ങൾ ഓരോ സാധനത്തിനും പ്രത്യേകം പൈസ കൊടുത്ത് വാങ്ങണ്ട. അത് എല്ലാം കൂടി ഇന്റഗ്രേറ്റഡ് ആയിട്ട് വരുന്ന മോഡ്യൂളാണ് ഇതിലുള്ളത്. അതുകൊണ്ടാണ് ഇത് ഇത്രയും പോപ്പുലർ ആകുന്നത്. എല്ലാവരും ERP നെക്സ്റ്റ് എടുക്കാനുള്ള ഒരു കാരണം അതാണ്. ഇതിൽ പല മോഡ്യൂൾസും സ്റ്റാൻഡേർഡ് ആയിട്ട് വന്നിട്ടുണ്ടാവും. പിന്നെ ചിലതിനൊക്കെ നമ്മൾ ആഡ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ആഡ് ചെയ്യും. പിന്നെ ഇപ്പോൾ ഒരുപാട് ഇന്റഗ്രേഷൻസ് ഉണ്ട്, ബാങ്കുമായിട്ടും ബാങ്കിങ് ഗേറ്റ്വേ ആയിട്ടും SMS ആയിട്ടും വാട്സപ്പ് ആയിട്ടും, ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു 10,000 ഇന്റഗ്രേഷൻ ഉണ്ട്. ഇപ്പോൾ അതിൽ ആവശ്യമുള്ള ഇന്റഗ്രേഷൻ ഒക്കെ ഇതിൽ ആഡ് ചെയ്യുക. അങ്ങനെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഓക്കെ, ഇന്റഗ്രേഷൻസിന്റെ ഇതിൽ കാണാം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഇന്റഗ്രേഷൻസ്, വേണ്ട ഇന്റഗ്രേഷൻസ്, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. നമ്മളിപ്പോൾ ഫസ്റ്റ് തന്നെ അക്കൗണ്ടിങ്ങിലേക്ക് പോകും. ഓക്കെ, നമ്മൾ ചാർട്ട് ഓഫ് അക്കൗണ്ടിലേക്കാണ് പോകുന്നത്. ഇതിൽ ഇങ്ങനെ ഇത് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. നമ്മളെ ഒരു വാക്ക് ത്രൂ വെച്ചിട്ട് പോകുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. പക്ഷേ നമ്മൾ വാക്ക് ത്രൂ വെച്ചിട്ട് പോകില്ല, കാരണം നമുക്ക് അതിന്റെ ഫണ്ടമെന്റൽസ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ കോഴ്സ് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ വാക്ക് ത്രൂവിലോട്ട് പോയാൽ നമുക്ക് ശരിയാവില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ട്, ചാർട്ട് ഓഫ് അക്കൗണ്ട്. ഓക്കെ, ഈ ചാർട്ട് ഓഫ് അക്കൗണ്ട് എന്താണ്? ഈ ചാർട്ട് ഓഫ് അക്കൗണ്ട് ആണ് ഈ കമ്പനിയുടെ മൊത്തം പരിപാടികൾ ഇതിലാണ് ഉണ്ടാകുക. നമുക്ക് എത്ര അസറ്റ് ഉണ്ട്. ഓക്കെ, ഇത് ഞാൻ കാണിച്ചത്. ഇതിൽ കൊളാപ്സ്, എക്സ്പാൻഡ്, കൊളാപ്സ്. ഇത് എക്സ്പാൻഡ് ചെയ്താൽ ഇത് ഓരോന്നിന്റെ അടിയിലുള്ള ഇങ്ങനെ വരും. ഓക്കെ, അത് കൊളാപ്സ് ചെയ്താൽ ഇത് ആവശ്യമുള്ള മാത്രം വരും. അതിന്റെ മെയിൻ ഹെഡർ മാത്രം വരും. ഈ മെയിൻ ഹെഡർ നോക്കിയിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റും അസറ്റ് എന്താണ്, ലേബിലിറ്റി എന്താണ്, ഇക്വിറ്റി എന്താണ്, ഇൻകം എന്താണ്, എക്സ്പെൻസ് എന്താണ്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിപ്പോ നിങ്ങൾക്ക് അക്കൗണ്ടിങ് പഠിച്ച ആൾക്കാർക്ക്, അല്ലെങ്കിൽ BCom കഴിഞ്ഞ ആൾക്കാർക്ക്, അല്ലെങ്കിൽ ഓൾറെഡി അക്കൗണ്ടിങ് ചെയ്യുന്ന അക്കൗണ്ടന്റുമാർക്ക്, അവർക്ക് ഇതിന്റെ മീനിങ് കൃത്യമായിട്ട് അറിയായിരിക്കും. അസറ്റ് എന്താ, ലേബിലിറ്റി എന്താ, ഇക്വിറ്റി, ഇൻകം, എക്സ്പെൻസ്. പക്ഷെ അങ്ങനെ അല്ലാത്ത സ്മോൾ ബിസിനസ് ഓണേഴ്സ് ഒക്കെ, അവർക്ക് ഈ വേർഡിന്റെ മീനിങ് തന്നെ അർത്ഥം മനസ്സിലാവും. അസറ്റ്, ഒരാൾക്ക് എന്തൊക്കെ അസറ്റ് ഉണ്ടാകും? നമ്മുടെ കയ്യിലുള്ള പൈസ, അല്ലെങ്കിൽ നമ്മുടെ ബാങ്കിലുള്ള പൈസ, നമ്മൾ ഓൺ ചെയ്യുന്ന ബിൽഡിങ്, അല്ലെങ്കിൽ നമ്മുടെ കാറ്, ഈ സാധനങ്ങളൊക്കെയാണ് അസറ്റ്. അതപ്പോൾ ആ വാക്ക് പോലെ തന്നെ അതിൽ പ്രത്യേകിച്ച് കൺഫ്യൂഷൻ ഒന്നും ആവശ്യമില്ല. ലാബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ സപ്ലയറോട് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടാവും, അതിന്റെ പൈസ കൊടുക്കാനുണ്ടാവും. അല്ലെങ്കിൽ എന്താ ഇപ്പം ലാബിലിറ്റീസ്, നമ്മൾ വാടക ബിൽഡിംഗ് എടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പണയം വെച്ചിട്ടുണ്ടാവും. അങ്ങനെ പറഞ്ഞിട്ട് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടാവും, ആ ലോണിന്റെ അങ്ങനെ പറഞ്ഞിട്ടുള്ള ലാബിലിറ്റീസ് നമ്മൾ കൊടുക്കാനുള്ളതാണ് ലാബിലിറ്റീസ്. പിന്നെ ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ ഇതിന്റെ തുടക്കത്തിൽ ഈ പൈസ നിക്ഷേപിക്കുന്ന ആൾക്കാർ, അവരുടെ ഇതാണ് ഇക്വിറ്റി എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ 3-4 പേര് കൂടി ഒരു ബിസിനസ് തുടങ്ങി, ആ ബിസിനസ്സിൽ ഓരോരുത്തരും ഇടുന്ന പൈസ, അതാണ് ഇക്വിറ്റി. ഇക്വിറ്റി ആദ്യം ലാബിലിറ്റീസ് ആയിട്ട് തന്നെയായിരുന്നു വന്നുകൊണ്ടിരുന്നത്. നിങ്ങൾക്ക് ഇപ്പോഴും ലാബിലിറ്റീസിൽ ഇടാം ഇക്വിറ്റി, അതിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഇപ്പൊ കമ്പനി നമ്മൾ പെട്ടെന്ന് വലുതായി, നമ്മളൊക്കെ കമ്പനി തുടങ്ങുന്നത് വലുതാണെന്ന് വിചാരിച്ചിട്ടാണല്ലോ. അപ്പോൾ കമ്പനി വലുതായാൽ കൂടുതൽ ഷെയർ ഹോൾഡേഴ്സ് വന്ന്, അല്ലെങ്കിൽ ചിലപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്ത്, ഇങ്ങനെ ഒരുപാട് ഇതായി കഴിയുമ്പോൾ എന്ത് പറ്റും എന്ന് വെച്ചാൽ ഈ ലാബിലിറ്റീസിൽ വെച്ചിട്ട് അത് മാനേജ് ചെയ്യാൻ ഭയങ്കര കോംപ്ലിക്കേഷൻ ആണ്. അതുകൊണ്ട് നമ്മളിപ്പോൾ എന്ത് ചെയ്യും, പുതിയതായിട്ട് ഒരു ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇക്വിറ്റി
ഇക്വിറ്റി എന്നാണ്. ഇക്വിറ്റിയുടെ അണ്ടറിൽ ക്യാപിറ്റൽ, ഡിവിഡൻഡ് വെച്ചാൽ, കാരണം നമുക്കിപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ തന്നെ ഷെയർ ഹോൾഡിംഗ് ആണെങ്കിൽ നമ്മൾ ഡിവിഡൻഡ് കൊടുക്കേണ്ടി വരും, ഇക്വിറ്റി, പിന്നെ റീറ്റെയിനിങ് ഏണിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഇതുണ്ട്. അത് നമ്മൾ വേറൊരു വീഡിയോയിൽ നമുക്ക് അതിന്റെ ഫുൾ ഇക്വിറ്റി നമുക്ക് കവർ ചെയ്യാം. പക്ഷെ ഇപ്പം ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി, അസറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ അടുത്ത് ഇപ്പോൾ ഓൺ ചെയ്യുന്ന സാധനങ്ങൾ, ലേബിലിറ്റീസ് നമ്മൾ കൊടുക്കാനുള്ളത്. ഇക്വിറ്റി ഒരു തരത്തിൽ ലേബിലിറ്റി തന്നെയാണ്, പക്ഷേ അത് ഷെയർ ഹോൾഡേഴ്സ്, നമ്മുടെ കമ്പനിയുടെ തുടക്കത്തിലുള്ള ഷെയർ ഹോൾഡേഴ്സ് ഇത് കമ്പനിയിലേക്ക് നിക്ഷേപിക്കുന്ന പൈസയാണ് ഇക്വിറ്റി. പിന്നെ ഇൻകം എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ, ഇൻകം 2 ടൈപ്പ് ഇൻകം ഉണ്ട്. ഇൻകം ഒന്ന് ഡയറക്റ്റ് ഇൻകം, 2 ഇൻഡയറക്റ്റ് ഇൻകം. എക്സ്പെൻസ് അതേപോലെ തന്നെ ഡയറക്റ്റ്, ഇൻഡയറക്റ്റ്. ഡയറക്റ്റ് ഇൻകം എന്ന് പറഞ്ഞാൽ നമ്മൾ സെയിൽ നടത്തിയിട്ട് നമുക്ക് കിട്ടുന്ന വരുമാനമാണ് ഡയറക്റ്റ് ഇൻകം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഒരു 1000 റിയാലിന് പിന്നെ മാംഗോ വാങ്ങി, അത് 2000-ന് വിറ്റു. അപ്പൊ ഈ 1000 റിയാൽ നമ്മളെ ഇൻകം. ഓക്കെ, സോ അല്ല സോറി 2000 റിയാൽ നമ്മളെ ഇൻകം. ഓക്കെ, അതാണ് ഇൻകം. അത് 1000 റിയാൽ വാങ്ങുന്ന പൈസയാണ് നമ്മുടെ എക്സ്പെൻസ്. അത് ഡയറക്റ്റ് ഇൻകം, ഡയറക്റ്റ് എക്സ്പെൻസ്. ഇൻഡയറക്റ്റ് ഇൻകം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഒരു ബിൽഡിംഗ് ഉണ്ട്, അത് വാടക കൊടുത്തിട്ട് നമുക്ക് പൈസ കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിട്ട് നമുക്ക് ബാങ്കിൽ നിന്ന് ഇൻട്രസ്റ്റ് കിട്ടി, അങ്ങനെ പറഞ്ഞിട്ട് പല ഇതും വരും. അതൊക്കെ ഇൻഡയറക്റ്റ് ഇൻകം. അതുപോലെ ഡയറക്റ്റ് എക്സ്പെൻസ് തന്നെ നേരത്തെ പറഞ്ഞ നമ്മൾ സാധനം വാങ്ങുന്നത്, നമ്മൾ വിൽക്കാൻ വേണ്ടി വാങ്ങുന്ന സാധനങ്ങൾ ഡയറക്റ്റ് എക്സ്പെൻസിൽ അതിന്റെ പൈസ. ഇൻഡയറക്റ്റ് എക്സ്പെൻസിൽ നമുക്ക് വേറെ കുറെ ചിലവുണ്ടാവും. ശമ്പളം കൊടുക്കാനുണ്ടാവും, അല്ലെങ്കിൽ ബിൽഡിങ്ങിന്റെ വാടക കൊടുക്കാനുണ്ടാവും, അല്ലെങ്കിൽ കാറിന്റെ പെട്രോൾ അടിക്കാനുണ്ടാവും, പിന്നെ അങ്ങനെ പറഞ്ഞിട്ട് കുറെ, പിന്നെ ഡിപ്രീസിയേഷൻ ഉണ്ടാവും നമ്മൾ അസറ്റിന്റെ, അങ്ങനെ പറഞ്ഞിട്ട് കുറെ സാധനങ്ങളുണ്ട്. അത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്യും. പക്ഷെ ഇപ്പം ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, നമുക്ക് 2 ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്. ആ 2 ഷെയർ ഹോൾഡർ 1000, 2000 വെച്ചിട്ട് 3000 എടുത്തിട്ട് നമ്മൾക്കൊരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങണം. ആ ബാങ്ക് അക്കൗണ്ടിലേക്ക് നമ്മൾ ഈ പൈസ ഇടണം. എന്നിട്ട് നമ്മൾ ഒരു ഓഫീസ് റെന്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു കാറിന് പെട്രോൾ അടിക്കണം, നമ്മൾ കമ്പനി ബിസിനസ് തുടങ്ങണം. അതിനുശേഷം ബാക്കി കാര്യങ്ങൾ ആരംഭിക്കും. ഓക്കെ, ഇനി അടുത്ത നമ്മൾ പോകുന്ന എവിടേക്കാന്ന് വെച്ചാൽ, ഇതൊന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യട്ടെ. ഓക്കെ, ഇതിലേക്ക് ഞാൻ ഇപ്പൊ പോകുന്നത് ചാർട്ട് ഓഫ് അക്കൗണ്ട് അല്ല, ജേണൽ എൻട്രി. ഓക്കെ, ഈ ജേണൽ എൻട്രി എന്നിട്ട് ഒരു സ്ക്രീൻ ഉണ്ട്, ഈ ജേണൽ എൻട്രി. ഓക്കെ, ഇതെന്തിനാണ് ഈ ജേണൽ എൻട്രി വെച്ചിട്ട് ഒരു എൻട്രി ചെയ്യുന്നത് നിങ്ങൾ ചോദിച്ചാൽ അതിൻ്റെ ഒരു ആവശ്യമില്ല ബേസിക്കലി. കാരണം ഒരു കമ്പനി ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ അങ്ങനല്ല, പല അഡ്ജസ്റ്റ്മെന്റും ഒക്കെ ആവശ്യമുണ്ടാവും. പക്ഷെ സാധാരണഗതിയിൽ ഒരു കമ്പനിയിൽ നടക്കുന്ന എല്ലാ പരിപാടികളും വേറെ ഈ അക്കൗണ്ട്സിലേക്ക് വരിക. ഇപ്പം നമ്മളൊരു ഇൻവോയ്സ് അടിച്ച്, അല്ലെങ്കിൽ നമ്മൾ പർച്ചേസ് ഇൻവോയ്സ് അടിച്ച്, അല്ലെങ്കിൽ നമ്മൾ ഒരു പേയ്മെന്റ് എൻട്രി അടിച്ച്, ഡിപ്രീസിയേഷൻ ചെയ്തു, ഇങ്ങനെ പറഞ്ഞിട്ടുള്ള കുറേ സംഗതികൾ നമ്മൾ ഒരു കമ്പനി ചെയ്യും. അത് മൊത്തം നമുക്ക് ഈ ചാർട്ട് ഓഫ് അക്കൗണ്ടിലേക്ക് വരും. എങ്ങനെയാ വരിക എന്ന് വെച്ചാൽ, അത് ഓരോന്നിനും അതിൻ്റെതായ സ്റ്റെപ്പിലൂടെ വന്നോളൂ. അപ്പൊ നിങ്ങൾ ജേണൽ എൻട്രി ഡയറക്റ്റ് ചെയ്യണമെന്നില്ല. ഓക്കെ, ഇതിപ്പോ ഒരു പേയ്മെന്റ് ചെയ്താൽ അതിൽ വന്നോളൂ. പക്ഷെ നമുക്ക് അതിന്റെ കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി ഫസ്റ്റ് ഞാനൊരു ജേണൽ എൻട്രി. ഓക്കെ, ഇത് നിങ്ങൾക്ക് പല അവസരത്തിലും പ്രയോജനപ്പെടും. അതുകൊണ്ടാണ് നമ്മൾ ഇതിൽ തുടങ്ങുന്നത്. കാരണം ഇത് തുടങ്ങാതെ നമുക്ക് അക്കൗണ്ടിങ്ങിന്റെ ബേസിക് കണക്കില്ല. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത്, ഈ ടോമിന്റെ 1000 നമ്മൾ ഈ HSBC-യിലേക്ക് ഇട്ടാണ്. അത് കഴിഞ്ഞിട്ട് ജെറിയുടെ 2000 HSBC-യിലേക്ക് ഇട്ടാണ്. ഓക്കെ, അപ്പൊ ടോമിന് ഒരു അക്കൗണ്ട് വേണം, ജെറിക്ക് ഒരു അക്കൗണ്ട് വേണം, HSBC-ക്ക് ഒരു അക്കൗണ്ട് വേണം. ഇങ്ങനെ 3 സാധനങ്ങളാണ് നമുക്കുള്ളത്. ഓക്കെ, അപ്പൊ അടുത്തത് നമ്മൾ ഈ ചാർട്ട് ഓഫ് അക്കൗണ്ടിൽ ഈ ടോമും ജെറിയും എവിടെ വരും? ടോം ജെറിയും ഞാൻ ആദ്യം പറഞ്ഞു, അവര് ഷെയർ ഹോൾഡേഴ്സ് ആണ്, ഇക്വിറ്റി ഹോൾഡേഴ്സ് ആണ്. അപ്പോൾ ഇക്വിറ്റി ഇതിൽ നമുക്ക് ഇതിലെവിടെ വേണമെങ്കിലും ഇടാം. ഓക്കെ, ഇപ്പൊ ഇത് കംപ്ലീറ്റ് ഈ സൈഡ് നോക്കിയാൽ ഇത് ഫുള്ള് 0 ആണ്. ഓക്കെ, ചാർട്ട് ഓഫ് അക്കൗണ്ടിൽ ഒന്നും സംഭവിച്ചിട്ടില്ല. ഓക്കെ, സോ ഇക്വിറ്റിയിൽ ഇതിൽ ഇടാം നിങ്ങൾക്ക്. അത് ഞാൻ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ തൽക്കാലം ഞാൻ എന്ത് ചെയ്യും, ഞാൻ ഇതിൻ്റെ ഒരു ചൈൽഡ് കൊടുത്തിട്ട് ഷെയർ ഹോൾഡേഴ്സ് എന്നിട്ടൊരു ഹെഡർ കൊടുത്ത്, എന്നിട്ട് അതൊരു ഗ്രൂപ്പ് ആക്കി. എന്നാലും ഒരു ഗ്രൂപ്പ് ആകുമ്പോൾ അതിന്റെ അടിയിൽ ഇങ്ങനെ നമുക്ക് ആവശ്യത്തിന് ഇട്ടാം. അപ്പൊ ഞാൻ ഇതിന്റെ റൂട്ട് ടൈപ്പ് ഇക്വിറ്റി, അക്കൗണ്ട് ടൈപ്പ് ഇക്വിറ്റി, ഞാനിത് ഇക്വിറ്റി കൊടുത്ത്, പിന്നെ കറൻസി ഇപ്പോൾ ഉള്ളത് അതിന്റെ ഡിഫോൾട്ട് കറൻസി ആയിരിക്കും. ഈ ഗ്രൂപ്പ് സെലക്ട് ചെയ്യുന്ന ഇതിന്റെ അടിയിൽ വേറെ അക്കൗണ്ട് ഇടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഞാനിവിടെ ക്രിയേറ്റ് ന്യൂ കൊടുത്തു. അപ്പൊ ഇപ്പൊ എന്താണ് അവസ്ഥ? ഇപ്പോ ഇവിടെ ഷെയർ ഹോൾഡേഴ്സ് എന്നിട്ട് ഒരു ഫോൾഡർ വന്നിട്ടുണ്ട്. കാരണം ഇതൊക്കെ അക്കൗണ്ടാണ്.
ഈ ഈ ഈ റൗണ്ട് കാണുന്നത്, ഈ സ്ക്വയർ കാണുന്നത് ഒരു ബോക്സ് ആണ്. അതിന്റെ അടിയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. അപ്പൊ ഞാൻ ഇതിന്റെ അടിയിൽ ഒരു ചൈൽഡായിട്ട് ടോം എന്ന് പറഞ്ഞിട്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു. അത് ഗ്രൂപ്പ് അല്ല, അത് അക്കൗണ്ട് തന്നെയാണ്, അത് ഇക്വിറ്റിയാണ്, കറൻസി പ്രശ്നമല്ല, അത് ഡിഫോൾട്ട് വന്നോളൂ. ഇവിടെ ടോമിന് ഞാൻ ഒരു അക്കൗണ്ട് ഉണ്ടാക്കി. ഓക്കെ, പിന്നെ ചൈൽഡായിട്ട് വേറൊരു അക്കൗണ്ട് ഉണ്ടാക്കി, ജെറി. ഓക്കെ, ജെറിക്ക് ഒരു അക്കൗണ്ട് ഉണ്ടാക്കി. ഓക്കെ, സോ ഇപ്പൊ 2 അക്കൗണ്ട് ഇവിടെ റെഡി ആയി. ടോമിന് ഒരു അക്കൗണ്ടായി, ജെറിക്ക് ഒരു അക്കൗണ്ടായി. ഈ സൈഡിലൊന്നുമില്ല, കാരണം ഒന്നും നമ്മൾ ചെയ്തിട്ടില്ലല്ലോ. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് HSBC ആണ്. ഒരു ബാങ്ക് അക്കൗണ്ട് എവിടെ ക്രിയേറ്റ് ചെയ്യണം? ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഒരു ബാങ്ക് അക്കൗണ്ട് എവിടെ ക്രിയേറ്റ് ചെയ്യണം എന്ന് വെച്ചാൽ, നമ്മള് രണ്ട് തരമല്ല, പല തരം ബാങ്ക് അക്കൗണ്ട് ഉണ്ട്. അതിൽ സാധാരണ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്നത് കറണ്ട് അക്കൗണ്ട് ആയിരിക്കും, നല്ല സേവിങ് അക്കൗണ്ട് ആയിരിക്കും. ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും കറണ്ട് അക്കൗണ്ട് ആയിരിക്കും. അത് കറണ്ട് അസറ്റിന്റെ അണ്ടറിലായിരിക്കും. ഇവിടെ കറണ്ട് അസറ്റിന്റെ അണ്ടറിൽ ബാങ്കിങ് അക്കൗണ്ട് ഉണ്ട്. പിന്നെ ക്യാഷ് ഇൻ ഹാൻഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ അതിലേക്ക് വരാം നമുക്ക്. പിന്നെ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ, പിന്നെ ലോൺ അക്കൗണ്ട് ഉണ്ടാകും ബാങ്കിൽ. നമ്മൾ ലോൺ എടുത്തത് അത് ലയബിലിറ്റീസ് ആയിരിക്കും. പക്ഷെ തൽക്കാലം നമ്മൾ അങ്ങോട്ടേക്ക് പോകണ്ട, നമുക്ക് ഇവിടെ ബാങ്ക് അക്കൗണ്ട് ഉണ്ട്. ഈ ബാങ്ക് അക്കൗണ്ട് എന്നുള്ളതിന്റെ അണ്ടറിൽ ഞാനിവിടെ, ഇതൊരു ഗ്രൂപ്പാണ്, ആ ഗ്രൂപ്പിന്റെ അണ്ടറിൽ ഞാൻ ഇവിടെ HSBC ഇവിടെ കൊടുക്കും. ഓക്കെ, ഇത് ബാങ്കാണ്, HSBC. ഞാൻ HSBCക്ക് ഒരു അക്കൗണ്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ കാണുന്നുണ്ടല്ലോ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല്, ഓക്കെ, ഇനി ഈ പൈസ ഇപ്പൊ ടോമിന്റെ 1000 ഞാൻ HSBCയിലേക്ക് ഇടാൻ പോവാണ്. അതിനാണ് ഇപ്പൊ ജേണൽ എൻട്രി. ഇവിടെ ജേണൽ എൻട്രി എടുത്ത്, ഓക്കെ, ഡേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ അതിനനുസരിച്ചിട്ട് ഇങ്ങനെ കൊടുത്താൽ മതി. അക്കൗണ്ട് ഇവിടെ ഞാൻ ടോമിന്റെ അക്കൗണ്ട് ഇവിടെ കൊടുത്തു, ടോം. ഓക്കെ, എന്നിട്ട് ഇവിടെ ക്രെഡിറ്റ് 1000 കൊടുത്തു. HSBC ഇവിടെ 1000 കൊടുത്തു. ഇതെന്താ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, ടോം 1000 റിയാലോ 1000 റുപ്യോ ഡോളറോ എന്തായാലും ടോം അവന്റെ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് നമ്മുടെ കമ്പനിക്ക് തരാണ്. അപ്പൊ നമ്മുടെ കമ്പനി ആ നമ്മുടെ തന്നെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇട്ടുക. അതാണ് ഇപ്പൊ സംഭവിച്ചത്. അപ്പൊ ഈ ക്രെഡിറ്റ് എന്താണ്, ഡെബിറ്റ് എന്താണെന്നുള്ളത് അത് ആദ്യം നമുക്ക് നോക്കണം. നമുക്കൊരു ബേസിക് ഐഡിയ ഉണ്ടാവും. ഇത് മിക്കവാറും ആൾക്കാർക്ക് എപ്പോഴും കൺഫ്യൂഷൻ വരുന്ന ഒരു സാധനമാണ് ഈ ഡെബിറ്റും ക്രെഡിറ്റും. പക്ഷെ ഒരു ഈസി ഒരു വഴിയായിട്ട് ഞാൻ ഇപ്പൊ പറഞ്ഞത്, ഈ ക്രെഡിറ്റ് എന്ന് പറയുന്നത് ആരാണോ പൈസ കൊടുക്കുന്നത് അവരുടെ സൈഡിൽ ക്രെഡിറ്റും, ആർക്കാണോ പൈസ ആരെന്ന് ഉദ്ദേശിക്കുന്നത് ഏത് അക്കൗണ്ടിൽ നിന്നാണോ പൈസ കൊടുക്കുന്നത് അത് ക്രെഡിറ്റും, ഏത് അക്കൗണ്ടിൽ നിന്നാണോ പൈസ കിട്ടുന്നത് അത് ഡെബിറ്റും ആയിട്ട് വെക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു സാമാന്യമായിട്ട് നമ്മൾ കാണുന്ന ഒരു ഇത്. അത് അങ്ങനത്തെ മനസ്സിൽ വെച്ചാൽ മതി. പക്ഷെ എല്ലാ സാഹചര്യത്തിലും അത് ശരിയായിരിക്കണമെന്നില്ല, ഞാനത് ഇതായിട്ട് പറയുന്നതല്ല. പക്ഷെ സാധാരണ രീതിയിൽ അതായിരിക്കും അതിന്റെ മെത്തേഡ്. പിന്നെ രണ്ടാമത്തെന്ന് പറഞ്ഞാൽ, നമ്മൾ ജേണൽ എൻട്രി ചെയ്യുന്ന സമയത്ത് ഈ ക്രെഡിറ്റ് ഉള്ളത് മുകളിലും ഡെബിറ്റ് ഉള്ളത് താഴെയും വെക്കുക എന്നിട്ട് ഒരു പ്രാക്ടീസ് അക്കൗണ്ടന്റുമാർ ഫോളോ ചെയ്യുന്നുണ്ട്. പണ്ടേ ഫോളോ ചെയ്യുന്ന അതിന് എന്താണ് പ്രസക്തി എന്ന് എനിക്കറിയില്ല, ബട്ട് അങ്ങനെ ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ക്രെഡിറ്റ് മുകളിൽ കൊടുത്ത് ഡെബിറ്റ് താഴെ കൊടുത്തു. ഓക്കെ, ഇത് ഞാൻ ഇത് സേവ് ചെയ്യാം. ഓക്കെ, ഇത് സേവ് ചെയ്ത് ഞാൻ തിരിച്ച് ചാർട്ട് ഓഫ് അക്കൗണ്ടിലേക്കാണ്. ഇവിടെ ഒന്നും സംഭവിച്ചില്ല, ഇപ്പോഴും 0 തന്നെയാണ് കേട്ടോ. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ സബ്മിറ്റ് എന്നിട്ടൊരു ബട്ടൺ കാണും. നമ്മളിപ്പോൾ സേവ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. സേവ് ചെയ്താൽ ഇത് സംഭവിക്കില്ല, ഇത് സബ്മിറ്റ് കൂടി ചെയ്യണം. അതെന്താ അതിന്റെ ഒരു കേസ് എന്താന്ന് വെച്ചാൽ, സാധാരണ രീതിയിൽ ജൂനിയർ അക്കൗണ്ടന്റ്, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർമാരൊക്കെയാണ് ഇതൊക്കെ എൻട്രി ചെയ്യുക. ഓക്കെ, അപ്പൊ ഇത് കറക്റ്റ് ആണോ നോക്കിയിട്ട് ഇത് സബ്മിറ്റ് ചെയ്യാൻ വേറൊരാളായിരിക്കും. അതിന്റെ ഒരു പെർമിഷൻ ലെവലുണ്ട്. അപ്പൊ പെർമിഷൻ ലെവൽ നമ്മൾ അടുത്ത വീഡിയോയിൽ അല്ലെങ്കിൽ പിന്നത്തെ വീഡിയോയിൽ പോകും. ഓക്കെ, ഇപ്പൊ തൽക്കാലം നമുക്ക് അതെല്ലാം കൂടി കവർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാൻ ഈ ആൾക്ക് തന്നെ ഇതിന് പെർമിഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് ഞാൻ ഇപ്പൊ സബ്മിറ്റ് ചെയ്താലാണ് അക്കൗണ്ടിൽ വരുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇതിൽ പോയിട്ട് ഡിലീറ്റ് ചെയ്യാം. ഇവിടെ കണ്ടോ, ഇവിടെ ഡിലീറ്റ് ഉണ്ട്, ഡിലീറ്റ് ചെയ്യുക അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യുക അല്ലെങ്കിൽ അക്കൗണ്ട് ആഡ് ചെയ്യുക ഒക്കെ ചെയ്യുക. പക്ഷെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറ്റില്ല, ക്യാൻസൽ ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. അപ്പൊ ഞാനിത് സബ്മിറ്റ് ചെയ്തു. ഓക്കെ, സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് നോക്കിയാൽ എനിക്ക് ഇത് കാണാം. ഇവിടെ നമുക്ക് അസറ്റ് ഇപ്പൊ കൂടി, നമ്മുടെ അസറ്റ് കൂടി. നമ്മുടെ തന്നെ നമ്മുടെ കമ്പനിയുടെ അസറ്റ് ഇപ്പോ 1000. ഓക്കെ, ഇക്വിറ്റി 1000.
എന്നുവെച്ചാൽ ഇതെപ്പോഴും ഈക്വൽ ആയിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. അതാണ് അക്കൗണ്ടിങ്, മോഡേൺ അക്കൗണ്ടിങ് പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, ഈക്വൽ ആയിരിക്കും എപ്പോഴും. രണ്ട് സൈഡും ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇതിലിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞു ലേബിലിറ്റി ഇക്വിറ്റിയും രണ്ടും ലേബിലിറ്റി തന്നെയാണ് ബേസിക്കലി. അത് നമ്മൾ രണ്ടായിട്ട് ട്രീറ്റ് ചെയ്യുന്നതേ ഉള്ളൂ, കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടും റിപ്പോർട്ട് എടുക്കാൻ വേണ്ടിയിട്ടും. ലേബിലിറ്റീസും ഈക്വലിറ്റീസും ഒന്ന് തന്നെയാണ്. അപ്പൊ ഞാൻ ഇപ്പോൾ ഇതിൽ നമുക്ക് 1000 വന്നു, 1000 ഇതിലേക്ക് കൊടുത്തു. ഇതിൽ നമുക്ക് ചില സംഗതികൾ ഇപ്പം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റും. ഇക്വിറ്റി ഇതിൽ ഷെയർ ഹോൾഡേഴ്സിൽ ടോമിന്റെ അക്കൗണ്ടിലേക്ക് പോയി നോക്കിയാൽ ലെഡ്ജർ ആണ് അവിടെ. ആ ലെഡ്ജറിൽ നമ്മൾ അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ടാവും. ഇപ്പോൾ ഒരു കസ്റ്റമർ അല്ലെങ്കിൽ ഒരു ഷെയർ ഹോൾഡർ അല്ലെങ്കിൽ ഒരു സപ്ലയർ ആരെങ്കിലും വന്നിട്ട് അവരുടെ ലെഡ്ജർ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എടുത്ത് കൊടുക്കാം. അപ്പോൾ അവർ നടത്തിയ എല്ലാ ട്രാൻസാക്ഷനും ഇതിലുണ്ടാവും. കൂടുതൽ ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ അത് കൂടുതൽ വ്യക്തമാവും. ഇതിലിപ്പം ഇതിൽ പറയുന്നത് എന്താ വെച്ചാൽ 1000 ക്രെഡിറ്റ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ വൗച്ചറിൽ. ഓക്കെ, HSBC ബാങ്കിലേക്ക് കൊടുത്തിട്ടുണ്ടെന്നാണ് ഇതിൽ കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ ടോട്ടൽ കൊടുക്കാനുള്ള 1000 ഞാൻ HSBC കാണിക്കുന്നതിന് മുമ്പേ, HSBCയുടെ അക്കൗണ്ട് കാണിക്കുന്നതിന് മുമ്പേ ഞാൻ അവിടെ ജെറിയുടെയും കൂടി എൻ്റർ ചെയ്യും. ഓക്കെ, ഇത് വേണമെങ്കിൽ ഒരേ ഇതിൽ തന്നെ എൻ്റർ ചെയ്യാം, പക്ഷെ ഞാൻ രണ്ടും സെപ്പറേറ്റ് ആക്കിയത് അതൊന്ന് നിങ്ങൾ മനസ്സിലാക്കോട്ടെ. അപ്പൊ ജെറിയും കൊടുത്ത്, ചെറിയ എത്ര കൊടുത്തത് നമ്മളെ ഇതിൽ 2000 കൊടുത്തു. ഓക്കെ, ജെറി 2000 കൊടുത്തു. ഈ രണ്ടുപേരും കൂടിയാണ് കമ്പനി മുടങ്ങുന്നത്. രണ്ടുപേരും കൂടി കമ്പനി മുടങ്ങി HSBC. ഓക്കെ, ഇപ്പോൾ ഇതിൽ 2000 ഞാൻ നേരത്തെ പറഞ്ഞു, ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ കൊടുക്കുന്ന ആളും ഡെബിറ്റ് എന്ന് പറഞ്ഞാൽ വാങ്ങുന്ന. ഓക്കെ, എന്നിട്ട് ഇത് സേവ് ചെയ്തു. ഞാനിവിടെ തന്നെ സബ്മിറ്റ് ചെയ്തു. ഇതിൽ ഇങ്ങനെ കാണാം. ഇതിപ്പോൾ എടുത്ത് നോക്കിയാൽ നമ്മുടെ അസറ്റ് കൂടിയിട്ടുണ്ടാവും. നമ്മുടെ കമ്പനിയുടെ അസറ്റ് ഇപ്പോൾ 3000 ആയിട്ടുണ്ടാവും. ലേബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇക്വിറ്റി, പിന്നെ റിപ്പീറ്റ് ചെയ്യുന്നില്ല, അത് 3000 ആയിട്ടുണ്ടാവും. 3000 ആയിട്ടുണ്ടാവും. ഇതിലിങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് നോക്കിയാൽ 3000 വന്നിട്ടുണ്ടാവുക ഇവിടെ HSBCയിലായിരിക്കും. പിന്നെ ഇത് ഇക്വിറ്റിയിലായിരിക്കും ബാക്കി വന്നിട്ടുണ്ടാവുക. ഇവിടെ ഇക്വിറ്റിയിൽ ജെറി 2000, ടോം 1000. ഓക്കെ, ഇങ്ങനെ വന്നിട്ടുണ്ടാവും. ഇതിലിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ലെഡ്ജർ, HSBCയുടെ ലെഡ്ജർ എടുത്ത് നോക്കിയാൽ ഇതുണ്ടോ, ടോം 1000 നന്നായിട്ട് കാണിച്ചിട്ടുണ്ട്, ജെറി 2000 നന്നായിട്ട് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ടോട്ടൽ ഇതിന്റെ അക്കൗണ്ട് ബാലൻസ് ആയിട്ട് 3000 ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ബാങ്കിൽ നിന്ന് മന്ത് എൻഡിൽ സ്റ്റേറ്റ്മെന്റ് എടുത്ത് നോക്കിയാൽ നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റും ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റും മാച്ച് ആയിട്ടുണ്ടാവും. പക്ഷെ ചെക്കും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ബാങ്കിങ് റീകൺസിലേഷൻ എന്നിട്ടൊരു പ്രൊസീജിയർ ഉണ്ട്. അത് നമ്മൾ വരുന്ന വീഡിയോയിൽ പറയും. ഇപ്പോൾ തൽക്കാലം ഇങ്ങനെ മനസ്സിലാക്കുക, ബാങ്കിലേക്ക് 3000 വന്നു. ഇതേപോലെ തന്നെ ഇക്വിറ്റി ഹോൾഡറിലെ ഷെയർ ഹോൾഡറിൽ ജെറി 2000, ടോം 1000. ഇങ്ങനെയാണ് നമ്മുടെ അക്കൗണ്ടിങ് ഉള്ളത്. ഇപ്പൊ നമുക്ക് ഇതിന്റെ മുകളിൽ ഇവിടെ കാണാം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുമ്പോൾ ഇതിൽ ഞാൻ നേരത്തെ കാണിച്ച പോലെ ട്രയൽ ബാലൻസ് ഉണ്ട്, ജനറൽ ലെഡ്ജർ ഉണ്ട്, ബാലൻസ് ഷീറ്റ് ഉണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഒക്കെ ഉണ്ട്. ഓക്കെ, നമുക്ക് ഓരോന്ന് എടുത്ത് നോക്കാം. ട്രയൽ ബാലൻസ് എന്ന് പറഞ്ഞാൽ കമ്പനിയിൽ ഇതുവരെ നടന്ന എല്ലാ ട്രാൻസാക്ഷനും കൂടി ഉൾപ്പെടുന്ന ഒരു ലിസ്റ്റാണ്. ഇതാണ് ട്രയൽ ബാലൻസ്, എന്തൊക്കെ കമ്പനിയിൽ നടന്നു. ഓക്കെ, കമ്പനിയിൽ നടന്നത് 3000 അസറ്റിലേക്ക് വന്നു. അതെങ്ങനെയാ വന്നതെന്ന് വെച്ചാൽ ബാങ്ക് അക്കൗണ്ടിലേക്ക് 3000 വന്നു. പിന്നെ ജെറി 2000 ഉണ്ട്, ടോം 1000 ഉണ്ട്, ഇങ്ങനെ പറഞ്ഞിട്ട് ഈ ഡീറ്റെയിൽസ് മൊത്തം അതിലുണ്ടാവും. അത് നിങ്ങൾക്ക് ട്രയൽ ബാലൻസ് പൊതുവെ ഒരു കൺസെപ്റ്റ് എന്നുള്ള ഇതിനു മുമ്പേ പിന്നെ ഓക്കെ, അതൊരു കൺസെപ്റ്റ് എന്നുള്ള നേരത്തെ വന്നുകൊണ്ടിരുന്നതാണ്. ഇതിൽ ഞാനിപ്പം വേറൊരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ട്രയൽ ബാലൻസ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ജനറൽ ലെഡ്ജർ. ഓക്കെ, ഈ ജനറൽ ലെഡ്ജറിൽ എല്ലാ ട്രാൻസാക്ഷനും ഉണ്ടാവും. പക്ഷെ നമുക്ക് ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഈ മുകളിൽ കാണുന്നത് മൊത്തം എന്താ പറയുക, മുകളിൽ കാണുന്ന ഇത് ഫിൽട്ടറിങ് ആണ്. നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ഇത് ഫിൽട്ടർ ചെയ്തെടുക്കാം. കസ്റ്റമർ നമ്മൾ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. കസ്റ്റമർ എംപ്ലോയീസ് ഒന്നും നമ്മൾ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. അതൊക്കെ അങ്ങനെ വെച്ചിരിക്കുകയാണ്. നമുക്ക് പിന്നെ അടുത്ത സെയിലും പർച്ചേസും ഒക്കെ കവർ ചെയ്യുന്ന സമയത്ത് അത് ഓരോന്ന് ഇങ്ങനെ കവർ ചെയ്ത് പോവാം. പിന്നെ ഇന്ന ഡേറ്റ് മുതൽ ഇന്ന ഡേറ്റ് വരുന്നുണ്ട്. അതാണ് ജനറൽ ലെഡ്ജറിൽ ഉണ്ടാകുക. പിന്നെ ഞാൻ അടുത്തത് കാണിച്ചു തരാം. ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ
നമ്മുടെ അടുത്ത് ഇപ്പൊ എത്ര പൈസ ഉണ്ട്, നമ്മളെ അസറ്റ് കഴിച്ചിട്ട് അല്ല, അസറ്റ് ലാബിലിറ്റി കുറച്ചിട്ട് നമുക്ക് ഇപ്പൊ എത്ര നമ്മുടെ അടുത്ത് ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇത് ടോട്ടൽ അസറ്റ് മൈനസ് നമുക്കിപ്പോ ലാബിലിറ്റി ഒന്നുമില്ല, നമുക്ക് ജസ്റ്റ് അല്ല സോറി ലാബിലിറ്റി ഉണ്ട്. ലാബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടി ചേർന്നിട്ടാണ്, ലാബിലിറ്റിയും ഇക്വിറ്റിയും കൂടി ചേർന്നാണ് ആക്ച്വൽ ലാബിലിറ്റി. അപ്പൊ നമുക്ക് പ്രൊഫഷണൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒന്നുമില്ല, നമുക്ക് നമ്മളൊന്നും ചെയ്തില്ലല്ലോ, നമ്മൾ ജസ്റ്റ് പൈസ വാങ്ങി അവിടെ വെച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ അതിനൊന്നും ചെയ്യാത്തതുകൊണ്ട് അതിൽ ഇതൊന്നുമില്ല. അപ്പൊ ഇനി അടുത്തത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഏകദേശം അതേപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, പക്ഷെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് വരുമ്പോൾ സെയിൽസ് ഒക്കെ ചെയ്ത് വരുമ്പോൾ അതിന്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇതിലിപ്പം നമുക്ക് ഇൻകം ഇല്ല. ഇയർ എൻഡ് നമുക്കൊരു ഇയർ എൻഡിങ് ഓപ്പറേഷൻ ഉണ്ട്, പക്ഷെ അത് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഈ ഇൻകവും എക്സ്പെൻസും നമ്മൾ ന്യൂട്രലൈസ് ചെയ്യും. പക്ഷെ ഇപ്പം നമുക്ക് പ്രോഫിറ്റ് ഇല്ല, അത് അങ്ങനെ പോട്ടെ. ഞാനിപ്പോ ഒരു ഇൻകം എടുത്ത് കാണിച്ചു തരാം. പിന്നെ അക്കൗണ്ട് പേബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കാനുള്ള സപ്ലൈസിന് കൊടുക്കാനുള്ള പൈസ, നമ്മൾ ബിസിനസ് ചെയ്യാൻ വേണ്ടി സാധനം വാങ്ങുന്ന സപ്ലൈസിന് കൊടുക്കാനുള്ള പൈസയാണ് അക്കൗണ്ട് പേബിൾ. അക്കൗണ്ട് റിസീവബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സ് നമുക്ക് തരാനുള്ള പൈസയാണ് അക്കൗണ്ട് റിസീവബിൾ. ഇത്രയും സാധനങ്ങളാണ് ഇതിൽ റിപ്പോർട്ടിൽ ഉള്ളത്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ പിന്നെ ഈ സെഷൻ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ കുറെ എൻട്രി ഒക്കെ നടത്തി അതിന്റെ ഒരു വ്യക്തമായ ഒരു ക്ലാരിറ്റി കിട്ടിയതിന് ശേഷം അടുത്തതിൽ പോയാൽ മതി. ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ, നമ്മളൊരു ബിസിനസ് തുടങ്ങി 1000-2000 ആയി, നമ്മളെ ബാങ്കിൽ 3000 ആയി, നമുക്കൊരു ഓഫീസ് വേണം. അതാണ് നമ്മൾ അടുത്ത പരിപാടി. നമ്മളൊരു ഓഫീസ്, നമ്മളൊരാളെ കണ്ട് ഒരു നല്ലൊരു ബിൽഡിങ്ങിൽ ഒരു ഓഫീസ് എടുക്കുന്നത്. അവർ പറയുന്നത് 500 മന്ത്ലി നമുക്ക് വേണ്ടത്. ആദ്യത്തെ മാസം അഡ്വാൻസ് ഒരു 500 ഇപ്പം വേണം. അപ്പൊ നമ്മൾ ആ ഒരു 500 നമ്മളിവിടെ എൻട്രി ചെയ്യുന്നു. ഞാൻ ഇതിനു മുമ്പേ പറഞ്ഞു, ഇതൊന്നും ജേണലിലല്ല നമ്മൾ എൻ്റർ ചെയ്യാൻ, നമുക്ക് വേറെ സ്ക്രീൻ ഉണ്ട്, പേയ്മെന്റിന് സ്ക്രീൻ ഉണ്ട്. പക്ഷെ ഇത് നമ്മളെ കൺസെപ്റ്റ് മനസ്സിലാക്കാനാണ് നമ്മൾ ഈ ജേണൽ എൻട്രിയിൽ എൻ്റർ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇതിൽ പേയ്മെന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ അടുത്ത സെഷനിൽ പോകും. പക്ഷെ കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് പോകാന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇതിൽ എൻ്റർ ചെയ്യുന്നത്. ഓക്കെ, ഇതില് ജേണൽ എൻട്രിയിൽ എന്ത് ചെയ്യും, നമ്മളിപ്പോൾ എവിടെ നിന്ന് എടുത്തിട്ടാണ് ഈ പൈസ ഇയാൾക്ക് കൊടുക്കുന്നത്, ഇയാൾക്ക് നമ്മൾ പൈസ കൊടുക്കുന്നത് നമ്മളൊരു ചെക്കാണ് കൊടുക്കുന്നത്. അപ്പൊ ചെക്ക് ബാങ്കിൽ നിന്നാണ് മാറുക. അപ്പൊ നമ്മൾ ഇതിൽ എന്ത് ചെയ്യും, അപ്പൊ ഇപ്പൊ ക്രെഡിറ്റ് ആരായിരിക്കും, ബാങ്ക് അക്കൗണ്ട് ആയിരിക്കും, കാരണം ബാങ്കിൽ നിന്നാണല്ലോ കൊടുക്കുന്നത്. ഡെബിറ്റ് ഓക്കെ, ഇനിയിപ്പോ ഏത് അക്കൗണ്ടിലേക്കാണ് വരേണ്ടതെന്നൊരു ചോദ്യം ഉണ്ടാവും. അത് ഇൻകം ആണോ എക്സ്പെൻസ് ആണോ, ഇത് ഏതാണെന്ന് വെച്ചാൽ റെന്റ് സ്വാഭാവികമായിട്ട് എക്സ്പെൻസ് ആണല്ലോ. നമ്മൾ റെന്റ് കൊടുക്കുന്നത് ഒരു ചെലവാണ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ എന്ത് എക്സ്പെൻസ് ആണ്, ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ഡയറക്റ്റ് എക്സ്പെൻസ് അല്ല. ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിൽക്കാനുള്ള സാധനം, ഇപ്പൊ മാങ്ങ, ചക്ക, മറ്റേ ടെലിവിഷൻ, എന്താണ് നിങ്ങൾ കച്ചവടം ചെയ്യുന്നത് വെച്ചാൽ ആ കച്ചവടം ചെയ്യുന്ന സാധനങ്ങളാണ് ഡയറക്റ്റ് എക്സ്പെൻസ്. അത് വാങ്ങുന്ന പൈസയാണ് ഡയറക്റ്റ് എക്സ്പെൻസ്. ഓക്കെ, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് മറ്റ് ചെലവുകൾ, റെന്റ്, ശമ്പളം, നമ്മുടെ കാറിന് പെട്രോൾ അടിക്കുന്നത്, അങ്ങനെ പറഞ്ഞിട്ടുള്ള സാധനങ്ങളാണ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. ഓക്കെ, സോ ഈ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് നമ്മൾ ഒരു ഹെഡർ ഉണ്ടാക്കിയിട്ട് നമുക്ക്, ഞാൻ നേരത്തെ ടോം ആൻഡ് ജെറി എന്ന് പറഞ്ഞ് ഉണ്ടാക്കിയാണ്. ഇപ്പൊ ചില ആൾക്കാർക്ക് കുറെ ഓഫീസ് ഉണ്ടാവും. ഒരു ഓഫീസ് മാമില്, അന്ന് അമേരിക്കയിലും ഇന്ത്യയിലും അങ്ങനെ പറഞ്ഞിട്ട് പല ഓഫീസ് ഉണ്ടാവും. അപ്പൊ ഓഫീസിന് ഒരു ഹെഡർ ഉണ്ടാക്കണം. ഞാൻ തൽക്കാലം നമുക്ക് ഒരൊറ്റ ഓഫീസേ ഉള്ളൂ. ആ ഓഫീസ് റെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അക്കൗണ്ടിലാണ് ഞാനത് അവിടെ ഇങ്ങനെ ഓഫീസ് റെന്റ് ഫസ്റ്റ് HSBC നമ്മൾ 500 എടുത്തിട്ട് ഓഫീസ് റെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അക്കൗണ്ടിലേക്ക് ഞാൻ അഗൈൻ പറഞ്ഞു, ഇത് നമുക്ക് ഏത് ഓഫീസാണ് ആ ഓഫീസ് എന്നുള്ള രീതിയിൽ തന്നെ കൊടുക്കണം. അപ്പോഴാണ് ഭാവി ലിങ്ക് സ്റ്റേറ്റ്മെന്റ് എടുക്കണം, അത് കറക്റ്റ് കിട്ടുള്ളൂ. ഇതിലിപ്പോ 500 നമ്മളെങ്ങനെ കൊടുത്തെന്ന് വെച്ചാൽ നമ്മളൊരു ചെക്കാണ് കൊടുത്തിട്ടുണ്ടാകുക. ഒരു ചെക്കിന് ഒരു റെഫറൻസ് നമ്പർ നമ്മൾ ഇങ്ങനെ കൊടുത്തു, ഒരു ഡേറ്റ് ഒക്കെ കൊടുത്തു. ഓക്കെ, അതൊക്കെ ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ അല്ല നമ്മൾ ചെക്ക് കൊടുക്കുക, ചെക്ക് പേയ്മെന്റ് എൻട്രിയിലാണ് കൊടുക്കുക. പക്ഷെ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഞാൻ സബ്മിറ്റ് ചെയ്തു. ഇപ്പൊ എന്താ അവസ്ഥ, ഇതില് നമ്മുടെ അസറ്റ് ടക്ക് എന്നിട്ട് കുറഞ്ഞു. 3000 അസറ്റ് ഉണ്ടായിരുന്നു നമ്മളെ കമ്പനിയുടെ, 2500 അസറ്റ്. ഓക്കെ, നമ്മുടെ ഇക്വിറ്റി അഥവാ ലേബിലിറ്റി അതിപ്പോ 3000 തന്നെയാണ്. കാരണം കൊടുക്കാനുള്ളവർക്ക് കൊടുക്കാതെ പറ്റില്ലല്ലോ, നമ്മൾ പൈസ ചെലവാക്കി എന്നിട്ട് കാര്യമില്ലല്ലോ. ഷെയർ ഹോൾഡേഴ്സിന്റെ പൈസ അവിടെ തന്നെ ഉണ്ട്. ഓക്കെ, എക്സ്പെൻസ് ആണ് നമ്മൾ 500 എക്സ്പെൻസ് ആയിട്ട് ചെലവാക്കി.
ഓക്കെ. അപ്പൊ ഇങ്ങനെയുള്ള ഇപ്പൊ 2500 കൂടി കൂട്ടിയാൽ ഈ 3000. ഓക്കെ, ഇങ്ങനെയാണ് ഇപ്പൊ സംഭവം. ഇതിന്റെ ഇപ്പോ ഇപ്പൊ നമ്മൾ ബാങ്ക് അക്കൗണ്ട് എടുത്ത് നോക്കിന്ന് വെച്ചോ, ഇതിലെ കറണ്ട് അസറ്റ് ബാങ്ക് അക്കൗണ്ട് എടുത്ത് നോക്കിന്ന് വെച്ചോ. ഓക്കെ, HSBCയുടെ ലെഡ്ജർ എടുത്ത് നോക്കിയാൽ ഇതിലിപ്പോ എന്താ സംഭവിച്ച്, 1000 നമുക്ക് ടോബ് തന്നു, 2000 ജെറി തന്നു, 500 നമ്മൾ ഇവിടെ ചെലവാക്കി. ഇതില് ഈ ഓഫീസ് എക്സ്പെൻസിൽ ചെലവാക്കി. ഇവിടെ കാണാം ഓഫീസ് എക്സ്പെൻസ്. ഓക്കെ, ഇങ്ങോട്ട് നോക്കിയാൽ അപ്പോൾ ബാക്കി എത്രയാണ്? അപ്പോൾ 3000 നമുക്ക് കിട്ടി, അതാണ് ഈ ഡെബിറ്റ് എന്ന് പറഞ്ഞിട്ട് സ്ഥലത്ത് കാണുന്നത്. ക്രെഡിറ്റ് എന്ന് പറഞ്ഞിട്ട് സ്ഥലത്ത് കാണുന്നത് 500 ആണ്. പിന്നെ ബാലൻസ് എത്ര ഉണ്ട്? 2500. അപ്പോൾ നമ്മുടെ അടുത്ത് ബാങ്കിൽ 2500 ഉണ്ട്. അതാണ് നമ്മുടെ അസറ്റ്. ഓക്കെ, നമ്മുടെ അസറ്റ് കുറഞ്ഞു. പിന്നെ എക്സ്പെൻസ് ആയിട്ട് നമുക്ക് ഇവിടെ കാണാം ഇത്. അപ്പൊ ഈ റിപ്പോർട്ട് നമ്മൾ എടുത്തു നോക്കിയാൽ എങ്ങനെയാ സംഭവിക്കുക വെച്ചാൽ, ട്രയൽ ബാലൻസ് ഒക്കെ ഞാനിത് പറഞ്ഞ പോലെ തന്നെ അത് പുതുതായിട്ട് വന്ന എൻട്രി ഒക്കെ അതിൽ വന്നിട്ടുണ്ടാവും. നിങ്ങളൊന്ന് എടുത്ത് നോക്കിയാൽ മതി. നിങ്ങൾക്ക് തന്നെ സാമ്പിളായിട്ട് പല എൻട്രിയും ചെയ്യാം. ഞാൻ കാണിക്കുന്നത് അതിന്റെ കൺസെപ്റ്റാണ്. ജനറൽ ലെഡ്ജർ ഇതിലിങ്ങനെ ഇതും ഉണ്ടാവും. ഇതിൽ ആകെ വ്യത്യാസം കാര്യമായിട്ട് വന്നിട്ടുണ്ടാകുക നമ്മുടെ ബാലൻസ് ഷീറ്റിലാണ്. ബാലൻസ് ഷീറ്റിൽ നമ്മുടെ ടോട്ടൽ അസറ്റ് ഇപ്പൊ 2500, നമ്മളെ ലേബിലിറ്റി 3000. 3000 ആയെന്നല്ല, 3000 ആണ്. നമ്മൾ കമ്പനി തുടങ്ങിയപ്പോൾ തന്നെ നമുക്ക് 3000 കടമുണ്ട്. ഏത് കമ്പനിയും കടത്തിലാണ് തുടങ്ങുക. അപ്പൊ 3000 ഉണ്ട്. നമ്മളിപ്പം നമ്മുടെ അടുത്തുള്ള ഇപ്പൊ കമ്പനി ഇപ്പൊ പൂട്ടാണെന്ന് വെച്ചാൽ നമ്മൾ 500 നമ്മളെ കയ്യിൽ നിന്ന് എടുത്ത് കൊടുക്കേണ്ടി വരുന്ന അർത്ഥമാണ്. ഓക്കെ, എന്ന് വെച്ചാൽ ഇവർക്ക് കിട്ടില്ലല്ലോ. പിന്നെ ഇക്വിറ്റി ഹോൾഡേഴ്സ്, ഷെയർ ഹോൾഡേഴ്സിന് കിട്ടില്ല. ഇപ്പൊ നമ്മൾ കൂട്ടുന്നില്ല കമ്പനി, നമ്മൾ സെയിലും പർച്ചേസും എല്ലാം ചെയ്യും അടുത്ത എപ്പിസോഡിൽ. സോ പ്രൊവിഷണൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ നഷ്ടമാണ് 500 റുപ്യ നഷ്ടമാണ്. ഓക്കെ, ഇനി വേറെ സ്റ്റേറ്റ്മെന്റ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ്, അതും ഏകദേശം ഇതുപോലെ തന്നെ ഉണ്ടാവും. പക്ഷേ ഇതില് അസറ്റ് ലയബിലിറ്റി അല്ല കാണിക്കുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റിൽ അസറ്റ് ലയബിലിറ്റി അല്ല കാണിക്കുക, ഇൻകോ എക്സ്പെൻസ് ആണ് കാണിക്കുക. നമുക്ക് ഇതുവരെ ഇൻകോ ഒന്നുമില്ല, നമുക്കൊന്നും വാടകയൊന്നും കിട്ടാനില്ല, നമ്മൾ സെയിലൊന്നും ചെയ്തിട്ടില്ല, നമ്മളൊന്നും ചെയ്തിട്ടില്ല, നമുക്കൊരു വരുമാനം ഇല്ല. നമുക്ക് ആകെ നമ്മൾ 500 റുപ്യ ചെലവാക്കി. അപ്പോൾ നമുക്ക് ഈ മൈനസ് ചോപ്പിൽ കാണുന്നത് ലോസ് ആണ്. പ്രോഫിറ്റ് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിലും ചോപ്പിൽ കണ്ടാൽ ലോസ് ആണ്, അത് മൈനസ് ആണ്. മൈനസ് നിന്ന് ഇവിടെ ഇപ്പുറ സൈഡിൽ ചെറുതായിട്ട് മൈനസ് എന്ന് കാണാമെങ്കിൽ അത് ചുരുക്കി പറഞ്ഞാൽ നമ്മളെ കമ്പനി ഇപ്പൊ നഷ്ടത്തിലാണ്. കമ്പനി നമ്മൾ ലാഭത്തിലാക്കണം. ഓക്കെ, നൗ ഇപ്പോ ഞാൻ വേറൊരു സംഗതി കൂടി പറഞ്ഞിരുന്നു ഈ വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പേ. അടുത്ത വീഡിയോയിൽ ഒരു 100 റുപ്യക്ക് നമ്മൾ ഒരു കാർ റെന്റിനെടുത്ത് ഒരു 100 റുപ്യക്ക് പെട്രോൾ അടിച്ചു. അതാണ് നമ്മൾ അടുത്ത പരിപാടി. ഓക്കെ, ഈ പെട്രോൾ അടിക്കാൻ ഉൾപ്പെടുത്തിയതിന്റെ കാരണം, പെട്രോൾ അടിക്കാൻ നമ്മൾ ചെക്കല്ല കൊടുക്കുന്നത്, ക്യാഷാണ് കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ബാങ്കിൽ നിന്ന് ഒരു 100 റുപ്യ അല്ലെങ്കിൽ ഒരു 200 റുപ്യ എടുത്തിട്ട് നമ്മളെ ആ ക്യാഷിൽ കയ്യിൽ വെക്കും. ക്യാഷ് ഓൺ അക്കൗണ്ടിൽ നിന്ന് കയ്യിൽ വെക്കും. എന്നിട്ട് പെട്രോൾ അടിക്കാൻ 100 കൊടുക്കും. അപ്പം അതിനൊരു പ്രോസസ്സ്, ആ പ്രോസസ്സ് കൂടി കാണിച്ചു തരാം. കാരണം നമ്മൾ ഈ ചാർട്ട് ഓഫ് അക്കൗണ്ടിന്റെ പരിപാടി നമുക്ക് അടുത്ത സെഷനിലേക്ക് നമുക്ക് ഇത് നിങ്ങൾക്ക് തന്നെ ചെയ്തു കൊടുക്കുക. അതിനുശേഷം ഈ ജേണൽ എൻട്രിയിലേക്ക് നമ്മൾ ഇനി തിരിച്ചു വരേണ്ട ആവശ്യമില്ല. അപ്പൊ അതിനുവേണ്ടി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഇതില് അസറ്റ് ഇപ്പം ബാങ്കിൽ കറണ്ട് അസറ്റ് ഉണ്ട്. കറണ്ട് അസറ്റിൽ നമ്മളിപ്പം ബാങ്ക് അക്കൗണ്ട് ഇതിൽ കൊടുത്തു. അതിലാണ് HSBC ഒക്കെ ഉള്ളത്. ക്യാഷ് ഇൻ ഹാൻഡ് എന്നൊരു അക്കൗണ്ട് ഉണ്ട്, ക്യാഷ്. ഓക്കെ, ഇതിൽ നമുക്ക് മൾട്ടിപ്പിൾ ക്യാഷ് കൊടുക്കുക. ഇപ്പം പല ക്യാഷ്യർമാരുണ്ടാവും ഒരു കമ്പനി ആകുമ്പോൾ. പിന്നെ മാനേജർമാർ സ്വന്തം പോക്കറ്റ് പൈസ വെക്കും, അങ്ങനെ ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ ക്യാഷ് ഇപ്പൊ നമ്മൾ തൽക്കാലം ഈ ക്യാഷ് എന്നിട്ട് വെക്കുക. ഓക്കെ, ഇയാള് ഈ ക്യാഷ് അക്കൗണ്ടിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? ഈ ബാങ്ക് അക്കൗണ്ട് നമ്മൾ ഒരു 200 റുപ്യ എടുത്തിട്ട് നമ്മൾ ഈ ക്യാഷ് അക്കൗണ്ടിലേക്ക്, എന്നുവെച്ചാൽ നമുക്ക് അത്യാവശ്യം ചെലവിന് അവിടെ ഇങ്ങനെ ആൾക്കാർ പെട്രോൾ അടിക്കാനുള്ള പൈസ, അല്ലെ പെയിന്റ് അടിക്കാനോ ഒന്നും, അല്ലെങ്കിൽ പല ആവശ്യം വരുമല്ലോ. അപ്പൊ നമ്മൾ കയ്യിൽ ക്യാഷ് എടുത്തേക്ക്, ആ ക്യാഷ് എടുത്തേക്ക് നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇതിൽ പോയിട്ട് ഓക്കെ, ജേണൽ എൻട്രി പോയിട്ട് അഗെയിൻ നമ്മൾ എവിടെ നിന്നാണ് ക്യാഷ് എടുക്കുന്നത്? HSBC. വെച്ചാൽ ആരാണ് ക്യാഷ് തരുന്നത്? HSBC. ഓക്കെ, അതിൽ ഞാൻ ഇവിടെ 200 കൊടുത്തു. എന്നിട്ട് ക്യാഷ് ഓൺ ഹാൻഡ് എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് ഉണ്ട്. ഇത് പലതും ആകട്ടോ. ഇതൊരു ഹെഡർ ആക്കിയിട്ട് നമുക്ക് ഒരുപാട് ആൾ ക്യാഷ് മാനേജ് ചെയ്യുന്ന കമ്പനിയൊക്കെ ഉണ്ട്. അപ്പൊ 200 റുപ്യ ഇത് കമ്പനിയിൽ വെച്ചു. ഓക്കെ, എന്നിട്ട് ഞാൻ ഇത് ചെയ്തപ്പോ ഇതിലൊരു സ്പെഷ്യൽ നിങ്ങൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ 2500 ഈ ഹെഡറിൽ നമ്മൾ അസറ്റ് കുറഞ്ഞിട്ടൊന്നുമില്ല. അസറ്റ് കുറയാത്തതിന്റെ കാരണം എന്താണ്? ഈ സെയിം ഇതില് കറണ്ട് അസറ്റില് ബാങ്കിൽ 2300 ആയി, ബാങ്കിൽ 2300 ആയി, ക്യാഷിൽ
200 പക്ഷെ ഇതിന്റെ ഹെഡറിൽ ഇപ്പോ കാരണം ഇത് രണ്ടും കൂടി കൂട്ടിയതാണല്ലോ കറണ്ട് അസറ്റ് എന്ന് പറയുന്നത്. ഇത് രണ്ടും കൂടി കൂട്ടിയിട്ടാണ് കറണ്ട് അസറ്റ് ഉണ്ടാകുന്നത്. അപ്പൊ ഇത് 2500. ഓക്കെ, ഇങ്ങനെയാണ്. അപ്പോ ഇതിൽ മാറിയിട്ടൊന്നുമില്ല, ഇതിലിപ്പോ അത് തന്നെ ഉണ്ടാവും. അതിപ്പോ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ് എടുത്ത് നോക്കിയാൽ ഒന്നും മാറില്ല. കാരണം ബാങ്കിൽ നിന്ന് ക്യാഷിന്റെ ബാങ്കിലെടുത്ത് അത് അസറ്റ്, അതൊക്കെ അസറ്റ് ഇനി ആയതുകൊണ്ട് പ്രശ്നമില്ല. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാല്, ഓക്കെ ഇത് ഓക്കെ ഈ ക്യാഷ് ഇൻ ഹാൻഡിൽ നിന്ന് ഒരു 100 രൂപ എടുത്തിട്ട്, ഇത് പെട്രോൾ എക്സ്പെൻസ്. പെട്രോൾ എന്നിട്ട് നമുക്ക് ഇവിടെ ഒരു ഹെഡർ ഇല്ല, ഞാനിപ്പോ ഒരു ഹെഡർ ഉണ്ടാക്കാം. പെട്രോൾ ഏതിൽ വരും? ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. ഓക്കെ, എക്സ്പെൻസിൽ ഞാൻ നേരത്തെ പറഞ്ഞു ഇൻഡയറക്റ്റ് എക്സ്പെൻസിൽ ഇതിൽ പല ഹെഡേഴ്സ് ഉണ്ട്. ഞാൻ ഇവിടെ നിങ്ങൾക്ക് ഒരു പരിചയപ്പെടാൻ വേണ്ടി ഞാനിവിടെ ഒരു ഹെഡർ ഉണ്ടാക്കാം, റെന്റ് എ കാർ സംതിങ്. ഓക്കെ, അത് ഞാനൊരു ഗ്രൂപ്പ് ആക്കിയിട്ട് കാറിന്റെ എക്സ്പെൻസും ഇതൊക്കെ ഞാൻ വേറെ ഒരു ഹെഡർ, വേറൊരു അക്കൗണ്ട് ഉണ്ടാക്കാം. ഓക്കെ, എക്സ്പെൻസ്. ഇത് ഞാൻ എക്സ്പെൻസ് ഇത് ഇങ്ങനെ കറക്റ്റ് ഇവിടെ കൊടുത്താലാണ് നിങ്ങൾ റിപ്പോർട്ട് എടുക്കുമ്പോൾ എല്ലാം കറക്റ്റ് ആയിട്ട് വരുള്ളൂ. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇതൊക്കെ പിന്നെ ഈ കറൻസി, പല കറൻസി ഉണ്ടാകും. കാരണം നമ്മളിപ്പോ പ്രത്യേകിച്ച് ഈ ഗൾഫിലൊക്കെ ദുബായിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യും, ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യും, അങ്ങനെ പല സ്ഥലത്തു നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. അല്ലെങ്കിൽ പല ചെലവും ഉണ്ടാവും. ഇപ്പൊ നമ്മൾ പുറത്തേക്ക് പൈസ അയക്കുമ്പോൾ ഡോളറിലേക്ക് അയക്കുക, റിയാലിലേക്ക് അയക്കുക, അല്ലെങ്കിൽ ഇന്ത്യൻ റുപ്പീസിലേക്ക് അയക്കുക. അപ്പോൾ കറൻസി അതിനൊക്കെ വളരെ പ്രാധാന്യമുണ്ട്. അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് വരാം. ഇതിലിപ്പം ഇപ്പൊ എന്തായി, നമ്മള് ഒരു ഹെഡർ ഉണ്ടാക്കി, റെന്റ് എ കാർ പറഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് ഒരു പെട്രോൾ എക്സ്പെൻസ് ഉണ്ടാക്കി, പെട്രോൾ എക്സ്പെൻസ്. ഓക്കെ, എന്നിട്ട് അത് എക്സ്പെൻസിൽ തന്നെ കൊടുത്തു. ഓക്കെ, എന്നിട്ട് ഇവിടെ നമ്മൾ തുടങ്ങിയത് എവിടെയായിരുന്നു? എന്നിട്ട് ഇവിടെ പെട്രോൾ എന്ന് പറഞ്ഞിട്ട് അതിലേക്ക് പെട്രോൾ എക്സ്പെൻസിലേക്ക് നമ്മൾ 100 രൂപ കൊടുത്തു. ഓക്കെ, ഇപ്പോ ഇത് ഞാൻ ഓക്കെ ഇതില് ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഇപ്പോഴത്തെ അവസ്ഥ നമ്മുടെ അസറ്റ് പിന്നെയും കുറഞ്ഞു, നമ്മൾ 2400 ഇക്വിറ്റി അവിടെ തന്നെ നിൽക്കുന്നത് 3000, എക്സ്പെൻസ് 600. ഓക്കെ, അതിന്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ് എടുത്ത് നോക്കിയാൽ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നമുക്ക് കാണാം നമ്മൾ 600 ഇതുവരെ നഷ്ടം വരുത്തി. നമ്മൾ ടോട്ടൽ എക്സ്പെൻസ്, പിന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, കുറെ റിപ്പോർട്ടുകളുണ്ട്, അതൊക്കെ ആവശ്യത്തിനനുസരിച്ച് എനിക്ക് എടുക്കാം. ഞാൻ ഓരോന്നിൽ പോയിട്ട് നമ്മളെ രണ്ട് കൂട്ടരുടെ സമയം വേസ്റ്റ് ആക്കേണ്ട വെച്ചിട്ട്. ഓക്കെ, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഇത് പിന്നെന്താണ്, ഇതില് പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഫിനാൻഷ്യല്, ബാലൻസ് ഷീറ്റിൽ ഇപ്പം നമ്മളെ അടുത്ത് ടോട്ടൽ അസറ്റ് ഉള്ള 2400 നമ്മളെ കടം 3000 നിൽക്കുകയാണ്. 600 ഇപ്പം നഷ്ടത്തിലാണുള്ളത്. നമ്മൾ അത് പ്രൊഫഷണൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണ്. ഇത് നമ്മൾ പുതിയ സെയിൽസ്, ഇനി അടുത്തതിൽ നമ്മൾ എങ്ങനെയാണ് കുറച്ച് സാധനം വാങ്ങി വിൽക്കുക, എങ്ങനെയാണ് പർച്ചേസ് ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യുക, എങ്ങനെയാണ് ഈ സെയിൽസ് ഇൻവോയ്സിന്റെ ടാബ് കൂടെ കാണാം. സെയിൽസ് ഇൻവോയ്സ്, പിന്നെ പോയിന്റ് ഓഫ് സെയിൽ, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അതിപ്പോൾ ഇങ്ങനെ അടുത്തതിൽ വരും. അപ്പം നമ്മൾ അടുത്തതിൽ കുറച്ച് ഐറ്റംസ് നമ്മൾ പർച്ചേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യും. അത് അടുത്ത വീഡിയോയിൽ കവർ ചെയ്യും. ഈ വീഡിയോ കുറച്ച് ലോങ് ആയി. ഇത് കൺസെപ്റ്റ് കവർ ചെയ്യുന്നതുകൊണ്ടാണ്. ഇനി നമ്മൾ കൺസെപ്റ്റ് മനസ്സിലാവാതെ അടുത്തതിലേക്ക് പോയിട്ട് കാര്യമില്ല. നിങ്ങൾ ഇത് ഒന്ന് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം നമുക്ക് അടുത്തതിൽ പോവാം. അപ്പോൾ അടുത്ത വീഡിയോ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോ ഇല്ലയോ എന്നുള്ളതൊക്കെ നിങ്ങളെ പ്രശ്നം. നമ്മളേതായാലും യൂട്യൂബിൽ നിന്ന് ഇതിൽ വരുമാനമൊന്നും ഉണ്ടാക്കുന്നൊന്നുമില്ല. ജസ്റ്റ് ഒരു എഡ്യൂക്കേഷനാണ്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്തൊക്കെയാണ് ചെയ്യാന്ന് വെച്ചാൽ അതൊക്കെ ചെയ്യാം. അല്ലെങ്കിൽ ഈ ചാനലിൽ ഇടക്കിടക്ക് വന്ന് നോക്കിയാൽ നിങ്ങൾക്ക് പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കാണാം. ഇന്നത്തേക്ക് ഇത്രയാണ്. ഇനിയിപ്പോൾ നാളത്തേക്ക് ഞാൻ നാളെയോ അപ്പോഴാണെന്ന് വെച്ചാൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സെയിൽസും പർച്ചേസും ആ കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, താങ്ക് യു.